എല്ലാവർക്കും നമസ്കാരം. ഭരണഘടന ധാർമ്മികതയുമായി ബന്ധപ്പെട്ട ഒരു ചർച്ചയാണ് ഇവിടെ പ്രധാനമായും ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. പ്രത്യേകിച്ച് ഇന്ന് റിപ്പബ്ലിക് ഡേയുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് ഭരണഘടനയുടെ 75ാം വാർഷികമൊക്കെ ആഘോഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പശ്ചാത്തലവുമാണ്. കോൺസ്റ്റിറ്റ്യൂഷണൽ മൊറാലിറ്റി എന്നുള്ളൊരു സങ്കല്പം പ്രധാനമായിട്ടും എങ്ങനെയാണ് നമ്മൾ ചർച്ച ചെയ്യേണ്ടി വരുന്നത് എന്നുള്ളൊരു കാര്യമാണ് പ്രധാനമായും ഇവിടെ ഉദ്ദേശിക്കുന്നത്. പ്രത്യേകിച്ച് കേരളത്തിൻ്റെയൊക്കെ ഒരു സാഹചര്യത്തിൽ നമുക്കറിയാം, നമ്മൾ കേരള വികസന മാതൃകയൊക്കെ പറയുന്നു, കേരളം സാക്ഷരതയുടെ കാര്യത്തിൽ മുൻപിൽ നിൽക്കുന്നതായിട്ട് പറയുന്നു, 100% സാക്ഷരതയുണ്ടെന്ന് പറയുന്നു. കേരളത്തിലെ പ്രത്യേകിച്ച് കോട്ടയം ജില്ലയിലെ ചങ്ങനാശ്ശേരിയൊക്കെ നിയമസാക്ഷരത 100% എന്ന പ്രഖ്യാപനമൊക്കെ നടത്തിയ ചില പ്രദേശങ്ങളും കേരളത്തിൽ കാണാൻ സാധിക്കുന്നു. എന്ന് തുടങ്ങി കേരളം വ്യത്യസ്ത രീതിയിൽ പല മേഖലകൾ നമുക്ക് കേരളം വികസന മാതൃക എന്ന നിലയിൽ തന്നെ വളരെ സജീവമായി നിൽക്കുന്ന ഒരു പ്രതിഭാസം തന്നെയുണ്ട്. അപ്പോൾ അത്തരമൊരു അവസ്ഥയുടെ നടുവിലും നമുക്കൊരു കോൺസ്റ്റിറ്റ്യൂഷണൽ മൊറാലിറ്റിയെക്കുറിച്ചുള്ളൊരു ചർച്ചയുടെ ഒരു ആവശ്യം നിലനിൽക്കുകയാണ്. അതായത് പ്രബുദ്ധരായ ആളുകളാണ് മലയാളികൾ എന്ന് പ്രഖ്യാപിക്കുന്ന ഒരു സംജ്ഞ തന്നെയാണ് നമുക്കറിയാവുന്ന പോലെ കേരള വികസന മാതൃക എന്ന് പറഞ്ഞു. അപ്പോൾ അതിന് നടുവിൽ എന്താണ് ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ മൊറാലിറ്റി എന്നുള്ളൊരു ചോദ്യം വളരെ ശക്തമായി നിലനിൽക്കുന്നുണ്ട്. പ്രത്യേകിച്ച് നമുക്കറിയാം, ഇപ്പം അരുന്ധതി റോയിയുടെ വർക്കിൻ്റെ അകത്ത് അംബേദ്കറുടെ അനിഹിലേഷൻ ഓഫ് കാസ്റ്റ് എന്നുള്ളതിൻ്റെ ആമുഖത്തിൽ അവർ സൂചിപ്പിക്കുന്ന ഭാഗത്തും ഭരണഘടനയുമായി ബന്ധപ്പെട്ട ചില പരാമർശങ്ങൾ വരുന്നു. അല്ലെങ്കിൽ നമുക്ക് തന്നെ അറിയാവുന്ന പോലെ നമ്മുടെ ഈ മന്ത്രിസഭയിലെ ഒരു മന്ത്രി രാജിവെക്കുകയും പിന്നീട് അദ്ദേഹം മന്ത്രിയായി വരികയും ചെയ്യുന്നതിൻ്റെ ഒരു കാരണമായി മാറിയതും ഭരണഘടനയുമായി ബന്ധപ്പെട്ട ചില പരാമർശങ്ങൾ നടത്തിയത് കൊണ്ടാണ്. അതുപോലെ തന്നെ കേന്ദ്രം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ നിരന്തരമായി ഭരണഘടനയെ അവഹേളിക്കുകയും അല്ലെങ്കിൽ അത് ആവശ്യമില്ലാത്തൊരു വസ്തുവാണ് എന്നുള്ള പ്രഖ്യാപനങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കും. അപ്പോൾ അത്തരത്തിലുള്ളൊരു രാഷ്ട്രീയ സാമൂഹ്യ പശ്ചാത്തലത്തിൻ്റെ നടുവിലാണ് നമ്മൾ ജീവിക്കുന്നതും. അതുപോലെ തന്നെ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ മൊറാലിറ്റിയെക്കുറിച്ചുള്ളൊരു ചർച്ചയും നമ്മൾ നടത്തേണ്ടി വരും. അപ്പോൾ അത് എങ്ങനെയാണ്, അല്ലെങ്കിൽ ഇത്തരം ഒരു സാഹചര്യത്തിൽ നമ്മളെല്ലാവരും സാക്ഷരരാണ്, അല്ലെങ്കിൽ വിദ്യാഭ്യാസമുള്ളവരാണ്, അല്ലെങ്കിൽ യൂറോപ്പുമായി കടപിടിക്കാൻ ശേഷിയുള്ള ഗ്രാമങ്ങളും പ്രദേശങ്ങളുമാണ്, അല്ലെങ്കിൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ 5 സ്റ്റാർ ഹോട്ടലുകളും ലൈബ്രറികളും ഏറ്റവും കൂടുതലുള്ള പ്രദേശങ്ങളൊക്കെയാണ് എന്ന പ്രഖ്യാപനങ്ങൾ നടത്തുന്ന മലയാളികൾ എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ളൊരു കോൺസ്റ്റിറ്റ്യൂഷണൽ മൊറാലിറ്റിയെക്കുറിച്ചുള്ളൊരു ആലോചന നടത്തേണ്ടി വരുന്നത് എന്നുള്ളൊരു ചർച്ച, അതിനൊരു മറുപടി പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ ഒരു ചർച്ച തുടങ്ങാമെന്നാണ് ഞാൻ കരുതുന്നത്. നമസ്കാരം. ഭരണഘടനാ ധാർമ്മികത എന്ന സങ്കല്പം കേരളത്തിൽ വ്യാപകമായി ചർച്ച ചെയ്യപ്പെടാത്തത് എന്തുകൊണ്ട് എന്ന കാര്യമാണ് ശ്രീ വിനിൽ പോൾ ഉന്നയിച്ചത്. വളരെ പ്രധാനപ്പെട്ട എൻ്റെ ഒരു നിരീക്ഷണം, നമ്മൾ കേരളീയ സമൂഹം പല കാര്യങ്ങളിലും മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിലും ചില കാര്യങ്ങളിൽ വളരെ പിന്നോക്കം നിൽക്കുന്ന ഒരു സമൂഹം കൂടിയാണ് മലയാളി സമൂഹം എന്നതാണ് എൻ്റെ ഒരു നിരീക്ഷണം. കഴിഞ്ഞ മന്ത്രിസഭ കേരളത്തിൽ നടത്തിയൊരു പ്രോഗ്രാമിൻ്റെ പേര് ഭരണഘടനാ സാക്ഷരതാ യജ്ഞം എന്നായിരുന്നു. എന്ന് പറയാൻ ഭരണഘടനാ സാക്ഷരത 70 വർഷത്തിന് ശേഷം ഭരണഘടനാ സാക്ഷരത ഇല്ലാത്തൊരു സമൂഹമാണ് മലയാളികളെന്ന് പറഞ്ഞത് കേരളം ഭരിക്കുന്നവരാണ്. അത്രമേൽ നമ്മൾ ഇലിറ്ററേറ്റ് ഓൺ കോൺസ്റ്റിറ്റ്യൂഷൻ, നമ്മൾ ലിറ്ററസിയിൽ 100%, പക്ഷേ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ കാര്യത്തിൽ നമ്മൾ ഇലിറ്ററേറ്റ് ആണ് എന്ന് നമ്മുടെ ഭരണ സംവിധാനം തന്നെ സമ്മതിച്ച ഒരു സ്ഥിതിയുണ്ട്. കോൺസ്റ്റിറ്റ്യൂഷൻ എന്തുകൊണ്ടാണ് ഒരു പ്രധാനപ്പെട്ട ഡോക്യുമെൻ്റായി മലയാളികൾ എടുക്കാതെ പോയത് എന്ന് ഹിസ്റ്റോറിക്കലായി പരിശോധിക്കേണ്ട ഒരു കാര്യമാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതി, കോൺസ്റ്റിറ്റ്യൂഷനെ ഒരു രാഷ്ട്രത്തിൻ്റെ വെളിച്ചമെന്ന നിലക്ക്, ഒരു രാഷ്ട്രത്തെ മുന്നോട്ട് നയിക്കുന്ന അടിസ്ഥാന രേഖയും ചട്ടവും നിയമവും എന്ന നിലക്ക് അല്ല മലയാളി സമൂഹത്തിൽ കോൺസ്റ്റിറ്റ്യൂഷൻ ചർച്ച ചെയ്തിട്ടുള്ളത്. മറിച്ച് ഇറ്റ് ഈസ് എ ബൂർഷ്വാ ഡോക്യുമെൻറ്റ് എന്ന നിലക്കാണ് മലയാളികൾ ഭരണഘടനയെ മനസ്സിലാക്കിയത്. അത് ബൂർഷ്വാസിയുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി ജനാധിപത്യം എന്നൊക്കെ വെറുതെ ഇങ്ങനെ പറയും, അത് അവരുടെ താല്പര്യം അതിനകത്ത് ഒളിപ്പിച്ച് വെക്കാൻ വേണ്ടി പറയുന്നൊരു ബൂർഷ്വാ ഡോക്യുമെൻ്റ് ആണ് എന്നൊരു വിലയിരുത്തലാണ് മലയാളി സമൂഹത്തിൽ വ്യാപകവും ശക്തവുമായിരിക്കുന്നത്.
അതുകൊണ്ട് തന്നെ ബൂർഷ്വാ ഡോക്യുമെൻ്റ് ആയതുകൊണ്ട് തന്നെ നമുക്കത് ചർച്ച ചെയ്യേണ്ടതില്ല എന്നതാണ് മലയാളി സമൂഹത്തിൻ്റെ ഒരു സൗകര്യം. അതുകൊണ്ട് നമ്മൾ നാളിതുവരെ ഭരണഘടനയെ ഇന്ത്യൻ രാഷ്ട്രത്തിൻ്റെ ഒരു മാർഗരേഖ എന്ന നിലക്ക് പരിശോധിക്കാനുള്ള ഇൻ്റലക്ച്വലായുള്ളൊരു സന്നദ്ധതയെ തടഞ്ഞു നിർത്തുന്ന ഒരു വിശ്വാസത്തിലാണ് മലയാളി സമൂഹം അതുകൊണ്ടാണ് കേരളത്തിലൊരു മന്ത്രി ഭരണഘടന കുന്തവും കുടച്ചക്രവുമാണെന്ന് പ്രഖ്യാപിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഭരണഘടനാ സങ്കല്പമാണ് ആ പറയുന്നത്, വ്യക്തിപരമായ പ്രശ്നമല്ലത്. മലയാളികളിൽ വലിയൊരു വിഭാഗവും വിചാരിക്കുന്നത് ബൂർഷ്വാസി തൊഴിലാളി വർഗത്തെ അടിച്ചമർത്താൻ വേണ്ടി നിർമ്മിച്ചെടുത്ത, അംബേദ്കറെ കൊണ്ട് നിർബന്ധമായി എഴുതിപ്പിച്ച ഒരു പുസ്തകമായിട്ടാണ് അതിനെ മനസ്സിലാക്കുന്നത്. അത് ഇത്തരം പല ഘടകങ്ങളാൽ എന്ന് പറയുന്നത് നമ്മുടെ പൊതുബോധത്തിൽ ശക്തമായിരിക്കുന്ന തടസ്സങ്ങൾ നമുക്ക് ഭരണഘടനയെ അടുത്തറിയുന്നതിൽ നിന്നും മലയാളി സമൂഹത്തെ വിലക്കുന്നുണ്ട്. അതിലെ ഒരു പ്രധാന ഘടകം നമ്മൾ ആർജിച്ച വിജ്ഞാനം തന്നെയാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. ആ വിജ്ഞാനത്തിനൊരു ഏങ്കോണിപ്പ് കൂടി അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് മലയാളി സമൂഹം കോൺസ്റ്റിറ്റ്യൂഷണൽ മൊറാലിറ്റി എന്ന വാക്ക് വളരെ റീസൻ്റാണ്. ഒരു 10 വർഷത്തിൽ താഴെയായിട്ടുള്ളൂ കോൺസ്റ്റിറ്റ്യൂഷണൽ മൊറാലിറ്റി എന്ന വാക്ക് കേരളത്തിൽ പബ്ലിക്കായി ചർച്ച ചെയ്യാൻ തുടങ്ങിയിട്ട്. അതും വളരെ ദുർബലമായിട്ടാണ്. ഇത്രയും ലേറ്റ് ആകുന്നതിൻ്റെ ഒരു കാരണം നമ്മളെല്ലാം തികഞ്ഞവരാണെന്നുള്ളൊരു സങ്കല്പത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ലോകത്തിലെ മുഴുവൻ കാര്യങ്ങൾക്ക് ഉത്തരവുള്ള മാർക്സിസം പോലുള്ള സിദ്ധാന്തം എൻ്റെ കയ്യിലുള്ളപ്പോൾ ഞാൻ എന്തിനു ഭരണഘടന പഠിക്കണം എന്നുള്ളതാണ് നമ്മുടെ ഒരു വിശ്വാസം. അതൊരു അന്ധവിശ്വാസമാണ്. എല്ലാ വിശ്വാസവും എന്താണ്? ഈ വിശ്വാസത്തിലാണ് ഭരണഘടന പുറത്ത് നിൽക്കുന്നതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അതുപോലെ ഈ നമ്മൾ പ്രധാനമായും ഈ കോൺസ്റ്റിറ്റ്യൂഷൻ മൊറാലിറ്റി എന്ന് പറഞ്ഞാൽ ഇപ്പം പലതരത്തിൽ പല ആളുകൾ അതിനെ ഡിഫൈൻ ചെയ്യാനുള്ള ശ്രമങ്ങളൊക്കെ പൊളിറ്റിക്കൽ സയൻറ്റിസ്റ്റുകളുടെ ഭാഗത്തു നിന്നൊക്കെ നടക്കുന്നുണ്ട്. എങ്കിൽ നമുക്ക് വളരെ സിമ്പിളായിട്ട് എൻ്റെയും നിൻ്റെയും അന്തസ്സ് തുല്യമാണ്. നമ്മളൊരു തരം തുല്യതയെക്കുറിച്ചൊക്കെ ഉള്ളൊരു കാര്യം, ഞാനും നീയും ഒരേപോലത്തെ മനുഷ്യരാണ് എന്നുള്ളൊരു പ്രഖ്യാപനമാണ് നമ്മൾ ഇതിലൂടെ കൊണ്ടുവരുന്നത്. അപ്പോൾ ഇന്ത്യയുടെ ഒരു ഹിസ്റ്ററി നമ്മൾ പരിശോധിക്കുമ്പോൾ ഇന്ത്യൻ സാഹചര്യത്തിൽ മനുഷ്യന്മാരെന്ന് പറഞ്ഞൊരു സങ്കല്പമേ ഇല്ലായിരുന്നു. സ്വാഭാവികമായിട്ടും നമ്മുടെ മുൻജന്മ പാപം ചെയ്തതിൻ്റെ ഭാഗം, അല്ലെങ്കിൽ നിങ്ങൾ മുൻ ജന്മത്തിൽ എന്തോ പുണ്യം ചെയ്തു, അതിൻ്റെ ഫലം അനുഭവിക്കുന്ന മനുഷ്യന്മാർ മാത്രമായിരുന്നു ഇന്ത്യൻ സാഹചര്യം. ഇത് വളരെ വിശദമായ രീതിയിൽ ആളുകൾ പഠിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഇതിൻ്റെ ഒരു എങ്ങനെയാണ് മനുഷ്യരുടെ ഒരു ചിന്താശേഷിയും കാര്യങ്ങളുമൊക്കെ ഉണ്ടെന്നുള്ളൊരു കൊളോണിയൽ പീരീഡിൻ്റെ കോണ്ടക്സ്റ്റിൽ തന്നെയാണ് വരുന്നത്. എങ്കിലും മനുഷ്യനെന്നൊരു സങ്കല്പം ഇന്ത്യക്കാർക്ക് പരിചയപ്പെടുത്തി കൊടുത്തത് വളരെ കൃത്യമായ സാഹചര്യം. അതായത് നിങ്ങളുടെ മുൻജന്മ പാപമോ പുണ്യമൊന്നുമല്ല ഇന്നത്തെ ഒരു സാഹചര്യം തീരുമാനിക്കേണ്ടത് എന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു ആലോചന ഒരു കൊളോണിയൽ പീരീഡിൽ തന്നെ മുൻപോട്ട് വെച്ച ആദ്യ ഇന്ത്യക്കാരൻ എന്ന നിലയിൽ നമ്മൾ കാണുന്നതും, അല്ലെങ്കിൽ നിലവിലെ സാമൂഹ്യശാസ്ത്രം പറയുന്നതും ഡോക്ടർ ബി ആർ അംബേദ്കറിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ അതൊരു വളരെ പ്രധാനപ്പെട്ട നിമിഷം തന്നെയാണ്. പ്രത്യേകിച്ച് മതത്തിൻ്റെ ഒരു പിടുത്തം വളരെ ശക്തമാണ്. ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ നമ്മൾ എല്ലാവരും ഷോക്കായ ഒരു വാർത്ത തന്നെയാണ് സമാധിയുമായി ബന്ധപ്പെട്ട് വന്ന കാര്യം. നമുക്ക് എല്ലാവർക്കും വരും അത് സ്വാഭാവികമായിട്ടും ഭരണഘടനയ്ക്കോ അല്ലെങ്കിൽ ഇന്ത്യയുടെ ഒരു നിലനിൽക്കുന്ന ഒരു വ്യവസ്ഥയ്ക്കോ തികച്ചും ഓപ്പോസിറ്റ് ആയിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. അല്ലെങ്കിൽ ഈ കഴിഞ്ഞ ഇതിന് തൊട്ട് മുൻപ് തന്നെ വളരെ സജീവമായ രീതിയിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന സനാതന ധർമ്മം എന്ന് പറയുന്ന ആ ധർമ്മ വ്യവസ്ഥിതി, അതും ഈ പറഞ്ഞ പോലെ എന്തോ വലിയ ജനാധിപത്യത്തെക്കുറിച്ചുള്ളൊരു സങ്കല്പമാണ് എന്ന് പറയുന്ന കപട ഒരു പ്രചരണം വ്യാപകമായ രീതിയിൽ നടക്കുന്നത്. അതിനെ നമ്മൾ പരിശോധിച്ചാലും നമ്മൾ എത്തിച്ചേർന്ന മനുഷ്യത്വ വിരുദ്ധ സാമൂഹ്യ ഒരു ഹൈറാർക്കിയെക്കുറിച്ചുള്ളൊരു ആലോചന, അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട പണി നിങ്ങൾ ഇന്ന ജാതിക്കാരനാണ് ഇന്ന പണി തന്നെ ചെയ്താൽ മതി എന്ന് പ്രഖ്യാപിക്കുന്ന ഒരു സനാതന ധർമ്മത്തെയൊക്കെ നമ്മൾ കാണുന്നു. അപ്പോൾ ഈ മതം വളരെ പ്രധാനപ്പെട്ടൊരു പങ്ക് വഹിക്കുന്നുണ്ട്. ഈ ഇന്നത്തെ ഒരു സാഹചര്യത്തിലും വളരെ പ്രധാന പങ്ക് വഹിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് എങ്ങനെയാണ് നമ്മളൊരു ഭരണഘടനയുമായി ബന്ധപ്പെടുത്തി നമ്മളെങ്ങനെയാണ് അതിനെ കാണേണ്ടത്, അല്ലെങ്കിൽ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ മൊറാലിറ്റി എന്ന നിലയിൽ ആലോചിക്കുമ്പോൾ എങ്ങനെയാണ് അതൊരു മതം ഇതിൻ്റെ ഒരു പ്രധാന വിപരീത ദിശയിൽ വന്ന് വളരെ സജീവമായി നിൽക്കുന്നത് എന്നുള്ളതും വിശദമാക്കിയാണ് നടത്തുന്നത്. ഇതിന് സമഗ്രമായ ഒരു ഉത്തരം നൽകാൻ കഴിയണമെങ്കിൽ ഈ ഭരണഘടനാ ധാർമ്മികത എന്ന വാക്കുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നത് വിശദീകരിക്കേണ്ടതുണ്ട്. അത് കേരളത്തിൽ ചർച്ച ചെയ്യുന്ന ഒരു രീതി ഭരണഘടനയ്ക്കകത്ത് ഒരു ധാർമ്മികത ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട്. അത് നമ്മൾ വീണ്ടെടുക്കണം എന്നുള്ള നിലക്കാണ് ചർച്ചകൾ നടക്കുന്നത്. അത് വളരെ ഒരു ചെറിയ ഭരണഘടനാ ധാർമ്മികതയുടെ ഒരു ചെറിയ ആസ്പെക്റ്റ് മാത്രമാണ് ഭരണഘടനയ്ക്കകത്തുള്ള സാമൂഹിക ധാർമ്മികതയെ സംബന്ധിച്ച പരാമർശങ്ങൾ. ഭരണഘടനാ ധാർമ്മികത എന്ന് പറയുന്നത്
നമുക്ക് 1950 ജനുവരി 26 ഇന്ത്യൻ ഭരണഘടന നിലവിൽ വരുമ്പോൾ ആ ഭരണഘടന ഇന്ത്യക്കകത്ത് പ്രവർത്തിക്കണമെങ്കിൽ അതിന് നമ്മുടെ സമൂഹത്തിനുണ്ടായിരിക്കേണ്ട ചില മുൻകരുതലുകളുണ്ട്. അതായത് ഈ ഭരണഘടന ഇന്ത്യയിലെ ജനങ്ങൾ നിർമ്മിച്ച് ഇന്ത്യയിലെ ജനങ്ങൾക്ക് തന്നെ സമർപ്പിച്ചതാണെന്ന് നമ്മളെല്ലാവരും കൂടി സമ്മതിക്കുന്നൊരു നിമിഷമാണ് ആ ഭരണഘടന പ്രവർത്തിച്ചു തുടങ്ങത്തുള്ളൂ. ഞാനിപ്പോൾ ഈ സംസാരിക്കുന്ന കാര്യം ഇന്ത്യൻ രാഷ്ട്രത്തെയും ഇന്ത്യൻ ഭരണഘടനയെയും അംഗീകരിക്കാത്തവർ കേൾക്കേണ്ടതില്ല എന്ന അഭിപ്രായമുള്ള ഒരാളാണ് ഞാൻ. കാരണം അവർക്ക് വേണ്ടിയല്ല ഞാൻ സംസാരിക്കുന്നത്. ഭരണഘടന ഇവിടെ ഉണ്ട് എന്ന് സമ്മതിക്കുന്നവർക്ക് വേണ്ടിയാണ് നമ്മൾ ഈ സംഭാഷണത്തിൽ പോലും ഏർപ്പെടുന്നത്. അപ്പോൾ ഇന്ത്യയിലെ ജനങ്ങൾ, ഓരോ പൗരനും അംഗീകരിക്കുന്നൊരു വസ്തുത, ഒരു ഭരണഘടന നിലവിൽ വന്നിട്ടുണ്ട്. ഈ ഭരണഘടനയിലെ വ്യവസ്ഥകൾ ഇന്ത്യൻ സമൂഹത്തിനകത്ത് പ്രവർത്തിക്കണമെങ്കിൽ ഭരണഘടനയോടുള്ള നമ്മളുടെ ഒരു ബന്ധം, അതൊന്ന് ഇന്ത്യക്കകത്തൊരു ഭരണഘടനയുണ്ടെന്നും അതിനെ അംഗീകരിക്കേണ്ടത് പൗരനെന്ന നിലക്ക് എൻ്റെ ധർമ്മമാണെന്നും വിചാരിക്കുന്ന ഒരു പൗരബോധമാണ്. രണ്ടാമതൊരു കാര്യം, ഇന്ത്യയിൽ ഭരണഘടന നിലവിൽ വന്നു കഴിഞ്ഞാൽ, ഇന്ത്യയിലല്ല എവിടെയും ഒരു ഭരണഘടന നിലവിൽ വന്നു കഴിഞ്ഞാൽ ആ രാഷ്ട്രത്തിലെ എല്ലാ അധികാരവും ഭരണഘടനയിൽ നിന്ന് മാത്രം വരേണ്ടതാണ്. ഭരണഘടനാബാഹ്യമായ ഒരു അധികാര വ്യവസ്ഥയും ഒരു രാഷ്ട്രത്തിന് സ്വീകാര്യമായിരിക്കരുത് എന്ന പൗരബോധമാണ് രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം. മൂന്നാമത്തെ സംഗതി, ഈ ഭരണഘടനയിൽ പറയുന്ന വ്യവസ്ഥകൾ പാലിക്കുവാൻ നമ്മൾ പൗരന്മാരെന്ന നിലക്ക് ബാധ്യസ്ഥമാണ് എന്നതാണ്. ഇങ്ങനെ ഭരണഘടന എന്നത് നമ്മുടെ രാഷ്ട്രത്തിൻ്റെ പ്രധാനപ്പെട്ട വെളിച്ചമായി പൗരൻ്റെ ബോധ്യത്തിൽ, അവൻ്റെ അവബോധത്തിൽ, പൗരയുടെ അവബോധത്തിൽ സാച്ചുറേറ്റ് ചെയ്താൽ മാത്രമേ ഒരു ഭരണഘടനയ്ക്ക് ജനാധിപത്യപരമായി പ്രവർത്തിക്കാൻ പറ്റൂ. അത് അങ്ങനെ ഒരു സാച്ചുറേറ്റഡ് ആയിട്ടുള്ള ഒരു മൊറാലിറ്റി, ഭരണഘടനയെ സംബന്ധിച്ചൊരു സങ്കല്പനം, ഒരു മൊറാലിറ്റി നമ്മുടെ സമൂഹത്തിൽ ഇല്ല എങ്കിൽ ഭരണഘടനാ ബാഹ്യമായ അധികാര വ്യവസ്ഥകൾ ഭരണഘടനയെ നിരന്തരം വെല്ലുവിളിച്ചുകൊണ്ടിരിക്കും. ഇന്ത്യയിലെ മതമെന്ന് വിളിക്കുന്ന പല ഘടകങ്ങളുണ്ട്. സെമറ്റിക് മതങ്ങളുടെ ഘടകങ്ങളുണ്ട്. ഹിന്ദു മതമെന്ന് പൊതുവിൽ പേരിട്ട് വിളിക്കുന്ന അനേകായിരം വിശ്വാസരൂപങ്ങളുള്ളൊരു സമൂഹമാണ് നമ്മുടേത്. ഈ സമൂഹങ്ങളെല്ലാം ഒരു അധികാര വ്യവസ്ഥ കൂടിയാണ്. മതമെന്നത് ഒരു അധികാര വ്യവസ്ഥ കൂടിയാണ്. ഇന്ത്യൻ ഭരണഘടന പ്രകാരം ഇന്ത്യൻ ഭരണഘടനയുടെ നിർദ്ദേശങ്ങൾക്ക് വിധേയമായാണ് ഈ മത സമൂഹങ്ങൾ ഇന്ത്യക്കകത്ത് ജീവിക്കേണ്ടതും പ്രവർത്തിക്കേണ്ടതും. അപ്പോൾ ഇത് ഭരണഘടനാ ബാഹ്യമായ അധികാര വ്യവസ്ഥയായി മതം സ്വയം മാറുമ്പോഴാണ് അത് ഒരു സംഘർഷത്തിൻ്റെ ഭൂമികയിലേക്ക് എത്തുന്നത്. അതായത് ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പോൾ ഈ കഴിഞ്ഞ 2 ആഴ്ച മുമ്പുണ്ടായ കേരളത്തിലെ വിവാദത്തിൽ അവർ പറയുന്നൊരു കാര്യം ഇതാണ്, സനാതനധർമ്മവുമായി ഈ കാര്യമൊക്കെ ഷർട്ടിടണോ വേണ്ടയോ എന്നുള്ള കാര്യം വിശ്വാസികൾ തീരുമാനിക്കും. ആരാണ് ഈ വിശ്വാസികൾ? അതാരോ നമുക്കറിയില്ല. ഇന്ത്യയിൽ ഭരണഘടനയ്ക്ക് അറിയാവുന്നൊരു കാര്യം, ഇന്ത്യയിൽ പൗരന്മാരും പൗരകളുമുണ്ട്, അതിനകത്ത് വിശ്വാസികളുണ്ടെന്നാണ്. അതല്ലാതെ പൗരന് മുകളിലൊരു വിശ്വാസ സമൂഹമുള്ളതായിട്ട് ഇന്ത്യൻ ഭരണഘടന അംഗീകരിക്കുന്നില്ല. ഇവർ പറയുന്നത് ഞങ്ങൾ വിശ്വാസികൾ തീരുമാനിക്കും. ആരാണ് ഈ വിശ്വാസി? മുഖമില്ലാത്ത ഈ ആൾക്കൂട്ടമാണ്. അപ്പോൾ തീരുമാനിക്കുന്ന ആരാന്ന് ഒന്നുകൂടി എടുത്തു ചോദിച്ചാൽ അത് തന്ത്രിയാന്ന് പറയും. ആരാണ് ഈ തന്ത്രി? തന്ത്രി ഷുഡ് ബി എ ബ്രാഹ്മിൺ. അയാളൊരു ബ്രാഹ്മണനായിരിക്കണം എന്നാണ്. അപ്പോൾ മാറ്റം വേണമെന്ന് ആര് തീരുമാനിക്കും? ബ്രാഹ്മണൻ തീരുമാനിക്കുന്ന ഈ പറയുന്നൊരു രക്തം ചുരുക്കം. ഇത് കോൺസ്റ്റിറ്റ്യൂഷൻ മൊറാലിറ്റിക്ക് നേർ വിപരീതമായ അധികാര പ്രയോഗമാണ്. അതാണ് മതവുമായിട്ടല്ലാതെ കോൺസ്റ്റിറ്റ്യൂഷണൽ മൊറാലിറ്റിക്കോ കോൺസ്റ്റിറ്റ്യൂഷനോ മതവുമായി യാതൊരു സംഘർഷവുമില്ല. സംഘർഷപ്പെടുന്നത് സമാന്തര അധികാര കേന്ദ്രമായി മതം സ്വയം പ്രത്യക്ഷപ്പെടുമ്പോഴാണ് രാഷ്ട്രവുമായി അത് സംഘർഷത്തിലേർപ്പെടുന്നത്. നമ്മൾ അതുപോലെ ഈ സ്കൂളുകളിൽ പ്രത്യേകിച്ച് കരിക്കുലത്തിൽ ഉൾപ്പെടുത്താതെ പോകുന്നൊരു പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മുടെ ഭരണഘടന.
കാര്യം അത് കുട്ടികളെ കാര്യമായ രീതിയിൽ പഠിപ്പിക്കുന്നില്ല. അല്ലെങ്കിൽ ഭരണഘടന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. പ്രത്യേകിച്ച് ഇന്ത്യ പോലുള്ള വ്യത്യസ്ത രീതിയിലുള്ള ജീവിതക്രമവും പ്രത്യേക സംസ്കാരങ്ങളും നിലനിൽക്കുന്ന ഒരു ഭൂപ്രദേശത്ത് ഭരണഘടന വളരെ കൃത്യമായ ചില കാര്യങ്ങൾ മുൻപോട്ട് വെക്കുന്നുണ്ട്. അപ്പോൾ അത് പഠിപ്പിക്കാതെ ഉള്ളൊരു സിലബസുകളും കരിക്കുലവുമാണ് നമ്മൾ കുറേ അല്ലെങ്കിൽ ഇത്രയും നാളും തുടർന്ന് വന്നുകൊണ്ടിരിക്കും. അതേസമയം പാഠപുസ്തക വിവാദങ്ങളൊക്കെ വളരെ സജീവമാണ്. ഇന്ന കാര്യങ്ങൾ ചേർത്തില്ല എന്ന് പറയുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ ഇന്ന കാര്യങ്ങൾ വെട്ടിക്കളഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് NCERT ടെക്സ്റ്റുകളുമായി ബന്ധപ്പെട്ട ഡിസ്കഷനൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അല്ലെങ്കിൽ കേരളത്തിലേക്ക് വരുമ്പോഴത്തേനും നവോത്ഥാന നായകന്മാർക്ക് വേണ്ടിയുള്ളൊരു പരക്കമ്പാച്ചിലാണ് ഓരോ സഭകളും സമുദായങ്ങളും. അപ്പം നാളിതുവരെ യാതൊരു കാര്യം ചെയ്യാത്ത, അല്ലെങ്കിൽ യാതൊരു ചരിത്രപരമായ തെളിവുകളൊന്നും തന്നെ ഇല്ലാത്ത വ്യക്തികളും നവോത്ഥാന നായകന്മാരാക്കണം എന്ന് പറഞ്ഞുകൊണ്ടുള്ള വലിയ സമരങ്ങളും ജാഥകളും ഒക്കെ പാഠപുസ്തകത്തിൽ ഉൾപ്പെടുത്തണം, കുട്ടികളെ പഠിപ്പിക്കേണ്ടതാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിരവധി സമരങ്ങളും പ്രക്ഷോഭങ്ങളൊക്കെ നമ്മൾ കേരളത്തിലും കണ്ടുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഈ ഭരണഘടന സ്വാഭാവികമായിട്ട് പൊളിറ്റിക്കൽ സയൻസ് പഠിക്കുന്ന വിദ്യാർത്ഥികൾ +2 ലെവലിലൊക്കെ ചെറിയ തോതിലൊക്കെ പഠിപ്പിക്കുന്നുണ്ട്. അത് ഒഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ സ്കൂളിൻ്റെ ഒരു പരിസരത്തേക്ക് നമ്മൾ ഭരണഘടനയുമായി ബന്ധപ്പെട്ട ഒരു ആലോചനയും കുട്ടികളുടെ മുൻപിലേക്ക് നമ്മൾ എത്തിക്കുന്നു. അപ്പോൾ ഇതൊരു പ്രധാന കാരണമായി മാറുകയാണ്. കോൺസ്റ്റിറ്റ്യൂഷണൽ മൊറാലിറ്റി എന്ന് പറയുന്ന അതിനെ മനസ്സിലാക്കാതെ പോകണം. അല്ലെങ്കിൽ ഭരണഘടനയും അല്ലെങ്കിൽ സംവരണവും അല്ലെങ്കിൽ ഭരണഘടന വിഭാവന ചെയ്യുന്ന മറ്റു പല തുല്യതയും എങ്ങനെയാണ് നമ്മുടെ തലമുറയ്ക്ക് അല്ലെങ്കിൽ നമ്മുടെ എല്ലാ ആളുകൾക്കും എത്താതെ പോകുന്നതിലൊരു കരിക്കുലം പ്രധാന പങ്ക് വഹിക്കുന്നില്ല. അങ്ങനെയാണെങ്കിൽ അതിനെക്കുറിച്ച് എന്താണ് പറയുന്നത്? ഈ ഇന്ത്യൻ ഭരണഘടന ഇന്ത്യയുടെ സിലബസിൻ്റെ പുറത്ത് നിൽക്കുന്നത് എന്തുകൊണ്ട് എന്നത് വളരെ പ്രധാനപ്പെട്ട അന്വേഷണ മേഖലയാണ്. നമ്മളത് അന്വേഷിക്കേണ്ടതാണ്. നമ്മൾ ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന യുവാക്കളും യുവതികളുമൊക്കെ ഗവേഷണം ചെയ്യുന്നവരോ പഠിക്കുന്നവരോ ഒക്കെയാണ്. നിങ്ങൾ ഏതെങ്കിലും ക്ലാസ്സിൽ ബേസിക് ഫീച്ചേഴ്സ് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നൊരു ചാപ്റ്റർ പൊളിറ്റിക്കൽ സയൻസ് പഠിച്ചവർക്ക് ഒരു പക്ഷേ പരിചിതമായിരിക്കും ചിലപ്പോൾ, അല്ലെ ലോ പഠിച്ചവർക്ക് പരിചിതമായിരിക്കും. പക്ഷേ ലോ പഠിച്ചവർ മാത്രം പഠിക്കേണ്ട ഒരു കാര്യമല്ല ഭരണഘടനയെന്നും ഇന്ത്യയിൽ ജീവിക്കേണ്ട മുഴുവൻ മനുഷ്യരും പഠിക്കേണ്ട ഒരു കാര്യമാണെന്നും നമ്മളുടെ ഭരണാധികാരികൾക്ക് 75 വർഷമായിട്ട് തോന്നാത്തത് എന്തുകൊണ്ടാണ് എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതിലെനിക്ക് പറയാനുള്ളൊരു കാര്യം, ഈ കോൺസ്റ്റിറ്റ്യൂഷൻ മൊറാലിറ്റിക്ക് നമ്മൾ വിചാരിക്കും ഇന്ത്യക്കാർ കേൾക്കാൻ തുടങ്ങിയത് 46 മുതൽ 49 വരെയുള്ള കോൺസ്റ്റിറ്റ്യൂൻ്റ് അസംബ്ലി ഡിബേറ്റില്ല. അതിൽ തന്നെ 4 പ്രാവശ്യമാണ് കോൺസ്റ്റിറ്റ്യൂഷണൽ മൊറാലിറ്റി എന്ന വാക്ക് ഉപയോഗിക്കുന്നുള്ളൂ. അതിൽ ഏറ്റവും പ്രോമിനൻ്റായിട്ടും കൃത്യമായിട്ടും ഉപയോഗിച്ച ഒരേ ഒരാൾ ഡോക്ടർ BR അംബേദ്കറാണ്. കോൺസ്റ്റിറ്റ്യൂഷണൽ മൊറാലിറ്റി എന്താണ് എന്നൊരു കാര്യം. ഈ കോൺസ്റ്റിറ്റ്യൂഷണൽ മൊറാലിറ്റിക്ക് ഗ്രീക്ക് ചരിത്രത്തോളം പഴക്കമുണ്ടെന്ന് നമ്മൾ കാണണം. BC 5-ാം നൂറ്റാണ്ടിൽ ഗ്രീസിലെ ഡെമോക്രസിയെ ശക്തിപ്പെടുത്താൻ വേണ്ടി അവിടുത്തെ ഒരു നിയമജ്ഞൻ ഒരു ഭരണഘടന എഴുതി തയ്യാറാക്കി. എല്ലാവർക്കും വോട്ട് കൊടുത്തു, അഭിപ്രായ സ്വാതന്ത്ര്യം കൊടുത്തു. അങ്ങനെ പുതിയ ചില പരിഷ്കാരങ്ങൾ വരും. അവരന്ന് നേരിട്ടൊരു പ്രശ്നം ഗ്രീക്കിലെ നോബൽ ക്ലാസ്സിനെ ഇതെങ്ങനെ ബോധ്യപ്പെടുത്തും എന്നുള്ളതാണ്. നോബൽ ക്ലാസ് സ്വയം ഒരു അധികാര കേന്ദ്രമായി വാഴുന്നൊരു സമൂഹത്തിനകത്ത് എല്ലാവർക്കും തുല്യാവകാശമുള്ള ഒരു രാഷ്ട്രമെന്ന സങ്കല്പം ഈ നോബൽ ക്ലാസ്സിനെ എങ്ങനെ മനസ്സിലാക്കിക്കുമെന്നതാണ് അവർ നേരിട്ട വെല്ലുവിളി. ഇതുപോലെ തന്നെയാണ് ഇന്ത്യയിൽ എല്ലാവരും നിയമത്തിൻ്റെ മുന്നിൽ തുല്യരാണ്. ജാതിയുടെയോ മതത്തിൻ്റെയോ വർഗത്തിൻ്റെയോ വർണ്ണത്തിൻ്റെയോ ലിംഗത്തിൻ്റെയോ ഭാഷയുടെയോ പേരിൽ ഒരാൾ പോലും വിവേചിക്കപ്പെടാൻ പാടില്ല എന്നത് ഇന്ത്യയിലെ ജാതി മേധാവികളെ എങ്ങനെ ബോധ്യപ്പെടുത്തും എന്നതാണ് നമ്മൾ നേരിടുന്ന യഥാർത്ഥ വെല്ലുവിളി എന്ന് പറയുന്ന കാര്യം. പാവപ്പെട്ടവരല്ല, സാധാരണക്കാർക്കൊക്കെ ഇതറിയാം. കോൺസ്റ്റിറ്റ്യൂഷൻ മൊറാലിറ്റിയും കോൺസ്റ്റിറ്റ്യൂഷൻ ലിറ്ററസി ഇല്ലാത്തത് ഇന്ത്യയിലെ ബ്രാഹ്മണരടക്കമുള്ള എലൈറ്റ് നോബിൾ കാസ്റ്റിനാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കുക. അവരൊരിക്കലും നമ്മൾ ഈക്വലാന്ന് കരുതേണ്ട കാര്യം അവർക്കില്ല എന്നുള്ള എൻ്റെ സംഗതി. അപ്പോൾ അതുകൊണ്ട് ഈ ഗ്രീക്കിൻ്റെ ചരിത്രത്തിൽ പറയുന്നൊരു കാര്യം, ഗ്രീക്കിലെ ജനാധിപത്യം തകർന്നാൽ അതിൻ്റെ ഉത്തരവാദികൾ പുറത്തു നിന്നുള്ള ആക്രമണകാരികളായിരിക്കില്ല, മറിച്ച് ഗ്രീക്ക് ഭരണഘടനയോട് കൂറുപുലർത്താത്ത അതിൻ്റെ തന്നെ പൗരന്മാരാലായിരിക്കും ഗ്രീക്ക് ജനാധിപത്യത്തിൻ്റെ അന്ത്യമെന്ന് പറയുന്നത്. ഈ സമാനമായ അവസ്ഥയിലാണ് ഇന്ത്യ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്.
നമ്മളുടെ ജനാധിപത്യം ദുർബലപ്പെടുത്തുന്നത് പാകിസ്ഥാനോ അഫ്ഗാനിസ്ഥാനോ യൂറോപ്പോ അമേരിക്കയോ നമ്മളെ ആക്രമിച്ചത് കൊണ്ടല്ല, മറിച്ച് നമ്മൾ നമ്മുടെ ഭരണഘടനയോട് കൂറു പുലർത്താത്ത ഒരു പൗരസമൂഹമാണെന്നുള്ളതാണ്. അങ്ങനെ കൂറു പുലർത്തിയാൽ ഇന്ത്യക്കുണ്ടാകാവുന്ന പുതിയ മനുഷ്യസങ്കല്പവും മാനവിക ബോധവും നൂറ്റാണ്ടുകളായി നിൽക്കുന്ന അധികാര വ്യവസ്ഥയെ തകിടം മറിക്കുമെന്ന് വ്യക്തമായി അറിയാവുന്നതുകൊണ്ട് ഭരണഘടന ഇന്ത്യയിൽ ആരും പഠിക്കേണ്ടെന്ന് അവരങ്ങ് തീരുമാനിച്ചിരിക്കുക. ഇത്രയേ ഉള്ളൂ, ലളിതമാകാര്യം. നമ്മൾ 75 വർഷം ആയിരിക്കുകയാണ് നമ്മുടെ ഭരണഘടനയുമായി ബന്ധപ്പെട്ട ഭരണഘടന നിലവിൽ വന്നതിന് ശേഷം. അപ്പോൾ ഇതിനിടയിൽ ഭരണഘടനയെ അല്ലെങ്കിൽ നിയമവ്യവസ്ഥയൊക്കെ അട്ടിമറിക്കുന്ന നിരവധി പ്രക്ഷോഭങ്ങളും സമരങ്ങളും ഒക്കെ നമ്മൾ ഇന്ത്യയെമ്പാടും നടന്നതായിട്ട് കാണുന്നുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ സമീപ 2018 വന്ന ശബരിമല വിഷയത്തിനെയൊക്കെ പോലും സാമൂഹ്യ ശാസ്ത്രജ്ഞർ ഈ കോൺസ്റ്റിറ്റ്യൂഷൻ മൊറാലിറ്റിയുടെ സങ്കല്പത്തിൽ പഠിക്കുമ്പോൾ അതിൻ്റെ ഒരു വയലേഷൻ എന്ന നിലയ്ക്ക് തന്നെയാണ് അതിനെ നമ്മൾ കാണുന്നത്. അപ്പോൾ ആ ഒരു സാഹചര്യം നമ്മൾ ഈ കഴിഞ്ഞ 75 വർഷത്തെ ഒരു ഇന്ത്യയുടെ ഒരു ചരിത്രത്തിൽ എങ്ങനെയാണ് നമ്മളൊരു കോൺസ്റ്റിറ്റ്യൂഷൻ മൊറാലിറ്റിയുടെ ഒരു വയലേഷനെ സംബന്ധിച്ചുള്ളൊരു കാഴ്ചകൾ എന്തെല്ലാമാണ് എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. ഒന്ന്, ഈ കോൺസ്റ്റിറ്റ്യൂഷണൽ മൊറാലിറ്റി ഇന്ത്യയിലൊരു ചർച്ചയാവുന്നത് ഇന്ത്യയിലെ ഉദ്യോഗസ്ഥ വൃന്ദത്തിൻ്റെ ഭരണക്രമം എന്തായിരിക്കണം, ഉദ്യോഗസ്ഥർ എങ്ങനെയാണ് ഇന്ത്യ ഭരിക്കേണ്ടത്, അത് സാധാരണഗതിയിൽ ഭരണഘടനയിൽ എഴുതി ചേർക്കുന്നൊരു കാര്യമല്ല. എന്നാൽ ഇന്ത്യൻ ഭരണഘടനയ്ക്കകത്ത് എങ്ങനെയാണ് ഉദ്യോഗസ്ഥർ ഭരിക്കേണ്ടത് എന്ന് എഴുതിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ ഭരണഘടനയ്ക്ക് വലിപ്പം കൂടുതലാണ്. അപ്പോൾ അതെന്തിനാണ് എഴുതിയെന്ന് അംബേദ്കറോട് ചോദിക്കുന്നൊരു ഘട്ടത്തിലാണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ എന്ന നിലയിൽ അംബേദ്കർ വിശദമായ ഒരു വിശദീകരണം സഭയിൽ കൊടുക്കുന്നത്. അദ്ദേഹം പറയുന്നൊരു കാര്യം, നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷണൽ മൊറാലിറ്റിയെക്കുറിച്ചൊരു ധാരണ ഇല്ലാത്ത സമൂഹമായതുകൊണ്ട് ഇന്ത്യയിലെ ബ്യൂറോക്രസിയുടെ വ്യവസ്ഥകൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്താതെ അത് ജനപ്രതിനിധി സഭകൾക്ക് വിട്ടുകൊടുത്താൽ സ്വജനപക്ഷപാതത്തിനും അധികാര ദുർവിനിയോഗത്തിനും അഴിമതിക്കും സാധ്യതയുള്ളതുകൊണ്ട് ഇന്ത്യക്കകത്ത് കോൺസ്റ്റിറ്റ്യൂഷണൽ മൊറാലിറ്റി ഉണ്ടാകുന്നത് വരെ, വ്യാപകമാകുന്നത് വരെ ഇത് ഭരണഘടനയുടെ ഭാഗമായിരിക്കണമെന്നാണ്. എന്ന് പറയാൻ ഇന്ത്യയിൽ നീതി കൊടുക്കണമെന്നല്ല വ്യവസ്ഥ. ബാക്കിയുള്ള രാജ്യങ്ങളിലൊക്കെ നീതി കൊടുക്കണമെന്ന് പറഞ്ഞാൽ അതവർക്ക് മനസ്സിലാവും. ഇന്ത്യയിൽ നീതി കൊടുക്കണമെന്ന് പറഞ്ഞാൽ ഇന്ത്യക്കാർക്ക് മനസ്സിലാവില്ല. എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ ഈ സവർണ ഓളിഗാർക്കി ഒരു അവർണൻ എന്ന് കരുതുന്ന ഒരാളെ പുറത്ത് നിർത്തുന്നത് പുള്ളി എന്തെങ്കിലും കുഴപ്പം ചെയ്യുന്നതായിട്ട് പുള്ളിക്ക് തോന്നുന്നില്ല. പുള്ളിയുടെ ധർമ്മബോധമാണെന്നാണ് പുള്ളി വിചാരിക്കുന്നത്. സനാതനധർമ്മം എന്ന് പറഞ്ഞാൽ അതാ. പുള്ളിയുടെ ധാർമ്മിക വിജൃംഭിതമായ അവസ്ഥയിലാണ് പുള്ളി ഐത്തജാതിക്കാരുടെ തലവെട്ടിക്കളയുന്നത്. കാരണം അയാളത് ചെയ്യാൻ ബാധ്യസ്ഥനാണ്. അയാൾക്ക് കുറ്റബോധം, പ്രിക്ക് ഓഫ് കോൺഷ്യൻസ് ഇല്ല. ഇതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു സംഗതി. അതുകൊണ്ട് ഇന്ത്യയിൽ ദളിതർക്ക് നീതി കൊടുക്കണം എന്നല്ല പറഞ്ഞിരിക്കുന്നത് ഇന്ത്യൻ ഭരണഘടന 340-ാം വകുപ്പ് ഒരു കമ്മീഷൻ നിയോഗിക്കണം, കമ്മീഷൻ കാര്യങ്ങൾ പഠിക്കണം, റിപ്പോർട്ട് പാർലമെൻറ്റിൽ വെക്കണം, ഇന്ത്യൻ പ്രസിഡൻ്റ് അനുമതി തേടണം, അങ്ങനെ ആ പാർലമെൻറ്റ് മുന്നോട്ട് വെക്കുന്ന വ്യവസ്ഥകൾ ഇന്ന രീതിയിൽ നടപ്പിലാക്കുന്ന ഉദ്യോഗസ്ഥൻ ഇന്ന കാര്യങ്ങൾ പാലിച്ചിരിക്കണം. ഇങ്ങനെ കൃത്യമായി പറഞ്ഞില്ലെങ്കിൽ ഇന്ത്യയിലൊരു നീതിയും നടപ്പില്ല എന്നുള്ളതാണ്. ഈ കോൺസ്റ്റിറ്റ്യൂഷണൽ മൊറാലിറ്റി ഉണ്ടാകുന്നത് വരെ ഇതിനകത്ത് തന്നെ ഈ സംഭവത്തെ നിലനിർത്തണം എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട ഒരു കാര്യം. ഈ ഒരു ആസ്പെക്റ്റ് എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ ദേശരാഷ്ട്രത്തിൻ്റെ അഴിമതിരഹിതവും സ്വജനപക്ഷപാതരഹിതവുമായ സ്വച്ഛന്തമായ മാതൃകാപരമായ ജനാധിപത്യപരമായ പ്രവർത്തനങ്ങൾക്ക് ഉള്ള ഒരു മുന്നുപാധിയാണ് കോൺസ്റ്റിറ്റ്യൂഷൻ മൊറാലിറ്റിയെക്കുറിച്ച് ധാരണയുള്ള പൗരസമൂഹമെന്ന് പറയുന്നത്. അതില്ലാതെ വരുന്നതാണ് നമ്മളുടെ ഏറ്റവും വലിയ ഒരു വെല്ലുവിളിയായി നമ്മൾ കാണേണ്ടത്. അതുകൊണ്ട് നമ്മുടെ സമൂഹത്തിൽ കോൺസ്റ്റിറ്റ്യൂഷൻ മൊറാലിറ്റി പ്രവർത്തിക്കാത്തതിൻ്റെ ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ മാത്രം പറയാം. ഒരു ഉദാഹരണം പറയാം. ഈ ഇന്ത്യൻ പാർലമെൻറ്റ്
ആക്രമിച്ചു എന്ന് പറഞ്ഞിട്ടൊരു വലിയൊരു സംഭവം നമ്മളിവിടെ അഫ്സൽ ഗുരുവൊക്കെ പ്രതിയായ വലിയൊരു സംഭവം റിപ്പോർട്ട് ചെയ്യുകയും പാർലമെൻ്റ് അടുത്ത് നിന്ന് അവരെയൊക്കെ പിടിച്ചുകൊണ്ട് പോവുകയും ഒക്കെ ചെയ്ത ഒരു സംഭവം നമുക്കറിയാം. എന്നാൽ ഇന്ത്യൻ പാർലമെൻറ്റിലേക്ക് ആദ്യമായി ഇന്ത്യൻ പാർലമെൻറ്റ് ആക്രമിക്കുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് മാർച്ച് നടത്തിയത് ഈ ഇസ്ലാമിക ഭീകര സംഘടനകൾ എന്ന് പേരിട്ട് വിളിക്കുന്ന സംഘടനയൊന്നുമല്ല. 1966 നവംബർ 7-ാം തീയതി 1.25 ലക്ഷത്തിലധികം വരുന്ന വലിയൊരു ജനക്കൂട്ടം അന്നത്തെ അവിടുത്തെ റെഡ് ഫോർട്ടിനടുത്തുള്ള ഒരു പാർക്കിൽ ഒത്തുകൂടുകയും അവർ ഡിമാൻഡ് റേസ് ചെയ്തു. ഗോ സംരക്ഷണ നിയമം പാസ്സാക്കണം, ഗോ സംരക്ഷണ നിയമം പാസ്സാക്കണം. സന്യാസിമാരടക്കം ഉണ്ടായിരുന്നു. അന്ന് ഉച്ചയ്ക്ക് തുടങ്ങിയ കലാപം രാത്രി 7 മണിക്ക് ഇന്ത്യൻ പട്ടാളം തെരുവിൽ വരുന്നത് വരെ പ്രസ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ അടക്കമുള്ള ഓൾ ഇന്ത്യ റേഡിയോ അടക്കമുള്ള പെട്രോൾ ബങ്കുകളടക്കം കത്തിച്ചുകൊണ്ടും പാർലമെൻറ്റിൻ്റെ 1 കിലോമീറ്റർ അടുത്ത് വളരെ വലിയ കലാപാന്തരീക്ഷം ഉണ്ടാക്കിക്കൊണ്ടുള്ള വലിയൊരു സമരത്തിന് നമ്മൾ സാക്ഷ്യം വഹിക്കുന്നു. ഇത് നമ്മൾ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ മൊറാലിറ്റിയുടെ ഫ്രെയിമിൽ ഈ വിഷയത്തെ നമ്മൾ എങ്ങനെയാണ് പഠിക്കേണ്ടത് എന്ന് നമ്മൾ പ്രത്യേകമായൊന്നു ശ്രദ്ധിക്കേണ്ടത്. ഇപ്പോൾ ഗോ സംരക്ഷണ നിയമം എന്നത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയിൽ ഒരു ഡിബേറ്റ് ആകുന്നുണ്ട്. അപ്പോൾ ഒരു മെമ്പർ പറയുന്നൊരു കാര്യം, ഈ ഗോ സംരക്ഷണം മൗലിക അവകാശമായി പ്രഖ്യാപിക്കണം. ഓർക്കണം, ഗോ സംരക്ഷണം മൗലിക അവകാശമായി പ്രഖ്യാപിക്കണം. അതാണ് പുള്ളിയുടെ ആവശ്യം. ഡോക്ടർ BR അംബേദ്കർ പറഞ്ഞു അങ്ങനെ പറ്റത്തില്ല. എന്തുകൊണ്ടെന്നാൽ ഒരു മൃഗത്തിന് മൗലിക അവകാശം കൊടുക്കുന്ന ഒരു രാഷ്ട്രമായി ഇന്ത്യ മാറേണ്ടതില്ല എന്നതായിരുന്നു ഷാർപ്പായ മറുപടി. അതങ്ങ് അംഗീകരിക്കപ്പെട്ടു. പക്ഷേ വലിയ ചർച്ച നടന്നു. ഏറ്റവും അവസാനം കോൺസെൻസസ് ഉണ്ടായി. ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസിയുടെ 48ാമത്തെ വകുപ്പായി ഗോ സംരക്ഷണം ഉറപ്പു ചെയ്യുന്നൊരു വകുപ്പ് എഴുതി ചേർത്തു. ആ വകുപ്പ് നമ്മൾ മനസ്സിലാക്കണം. ഈ ആധുനിക മനുഷ്യരത് മനസ്സിലാക്കണം എന്നാണ് ഞാൻ പറഞ്ഞത്. നമ്മൾ ഈ പറയുന്ന ഗോക്കളെ സംരക്ഷിക്കുന്നതിന് ഇന്ത്യയിൽ ആരെങ്കിലും എതിരാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അപ്പോൾ ആധുനിക മനുഷ്യർ മനസ്സിലാക്കണം. നമ്മളുടെ ആ 48ാം വകുപ്പ് പറയുന്ന കാര്യം ഇതാണ്: ദ സ്റ്റേറ്റ് ഷാൽ എൻഡവർ to organize agriculture and animal husbandry on modern and scientific lines, and shall in particular take step for preserving and improving the breeds and prohibiting the slaughter of cows and calves and other milch and draught cattle. ഇതാണ് ആ വകുപ്പ്. ഇതിനകത്ത് എന്താ പറയുന്നത്? കൃഷിയെയും ആനിമൽ ഹസ്ബൻഡറിയെയും ആധുനികമായ അർത്ഥത്തിൽ ശാസ്ത്രീയമായി പുനഃസംഘടിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി പാല് തരുന്ന മൃഗങ്ങളെയും അതിൻ്റെ കുഞ്ഞുങ്ങളെയും പശുക്കളെയും ഒന്നും കൊന്നൊടുക്കരുത് എന്നാണ് ഈ പറയുന്നത്. ഇതൊരാധുനിക മനുഷ്യൻ എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്? ഗോ മാതാവായതുകൊണ്ട് കൊല്ലരുതെന്നാണോ ഈ പറഞ്ഞതിൻ്റെ അർത്ഥം? ആയിരുന്നില്ല, അങ്ങനെ ആയിരുന്നില്ല. പക്ഷേ ഗോ സംരക്ഷണ നിയമം നടപ്പിലാക്കണമെന്ന് ആവശ്യപ്പെട്ടവരുടെ ആവശ്യമെന്നത് ഭരണഘടനാ ബാഹ്യമായൊരാവശ്യമായിരുന്നു. ഗോ സംരക്ഷണ നിയമത്തിൻ്റെ ആൾക്കാർ പറയുന്നത് ഗോക്കൾ നമ്മളുടെ മാതാക്കളാണ്, അതുകൊണ്ടത് സംരക്ഷിക്കുന്നു. അപ്പോൾ ഭരണഘടനാ ബാഹ്യമായൊരാവശ്യത്തിന് വേണ്ടി 1.25 ലക്ഷം ജനങ്ങളെ ഇറക്കി അതിഭീകരമായ ഒരാക്രമണം നടത്തുകയും സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായി ഇന്ത്യൻ പട്ടാളം ഡൽഹി തെരുവിൽ വന്നത് കോൺസ്റ്റിറ്റ്യൂഷണൽ മൊറാലിറ്റി എന്ന് പറഞ്ഞാൽ ചുക്കാണോ ചുണ്ണാമ്പാണെന്നോ അറിയാൻ പാടില്ലാത്ത പൗരന്മാർ ഇന്ത്യയിൽ ജീവിക്കുന്നത് കൊണ്ടാണെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. നമുക്കതറിയാമെങ്കിൽ, നമ്മൾ അതൊക്കെ ബോധ്യപ്പെടുന്നൊരു പൗരസമൂഹമാണെങ്കിൽ ഈ മൂവ്മെൻറ്റ് ഇന്ത്യയുടെ ആത്യന്തികമായ തകർച്ചയ്ക്ക് വഴിവെക്കുമെന്നുള്ള വാണിങ്ങെങ്കിലും ഉയർന്നു വരുമായിരുന്നു. അത് വന്നില്ല. അപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ കോൺസ്റ്റിറ്റ്യൂഷൻ മൊറാലിറ്റി എന്ന് പറയുന്നൊരു സംഗതിയെയും കോൺസ്റ്റിറ്റ്യൂഷനെയും നിഷേധിക്കുന്ന വലിയ ഒരു കലാപത്തിന് മുൻകൈ എടുത്തത് ഇന്ത്യയിലെ ഹിന്ദുത്വ ശക്തികളാണ് എന്നത് ചരിത്രമാണ്.
കോൺസ്റ്റിറ്റ്യൂഷൻ അവർക്ക് ബാധകമല്ല. അതാണ് ഈ സ്വതന്ത്ര ഇന്ത്യയിൽ പാർലമെൻ്റ് എന്ന് പറയാൻ നമ്മൾ പാർലമെൻറ്റ് ജനാധിപത്യത്തിൻ്റെ ശ്രീകോവിലാന്നൊക്കെ നമ്മുടെ സാംസ്കാരിക നായന്മാർ പറയാറുണ്ട്. എനിക്കതിൽ തീരെ താല്പര്യമില്ല. ഇന്ത്യൻ ഭരണഘടനയുടെ ഏറ്റവും മൂർത്തമായ ഒരു സ്ഥാപനമായിട്ടാണ് പാർലമെൻറ്റ്. അത് ശ്രീകോവിലോ അമ്പലമൊന്നും അല്ല. ഇവർ ചുമ്മാ പറഞ്ഞ് പരത്തുന്ന നുണകളും നമ്മളെ വീണ്ടും വീണ്ടും മനുഷ്യവിരുദ്ധരാക്കാനുള്ള നീക്കങ്ങളുമാണ്. ഒരു ശ്രീകോവിലുമില്ല. ഇന്ത്യൻ ഭരണഘടന ഇതിഹാസം എന്നൊക്കെ പറഞ്ഞു. ഈ ഇതിഹാസ പുസ്തകം എന്ന് പറഞ്ഞാൽ പോരെ. എന്നാ പൊട്ടന്മാരാന്ന് പറഞ്ഞത്, വെറുതെ ഇങ്ങനെ പറഞ്ഞ ഇതിഹാസമാണെന്നൊക്കെ. എന്ത് ഇതിഹാസം? അല്ല, ഞാൻ പറഞ്ഞൊരു കാര്യം അതാണ്. അത്രയും പ്രധാനപ്പെട്ട ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ ഒരു കേന്ദ്രസ്ഥാനമായിട്ടുള്ള ഇന്ത്യൻ ഭരണഘടനയാൽ നിർമ്മിതമായ ഇന്ത്യൻ പാർലമെൻറ്റിനെ ആക്രമിക്കാൻ ഇന്ത്യയിൽ തയ്യാറായത് ഭരണഘടനാ ബാഹ്യമായൊരാവശ്യത്തെ മുൻനിർത്തി ഹിന്ദുത്വ ശക്തികളാണ് എന്നുള്ള കാര്യം നമ്മൾ മറന്നു പോകരുത്. അതുപോലെ പ്രധാനപ്പെട്ട ഒരു പാഠമായി നമ്മൾ എടുക്കേണ്ടത്. അതുപോലെ ഈ സംവരണവുമായി ബന്ധപ്പെട്ട അനാവശ്യമായ ചർച്ചകൾ, അല്ലെങ്കിൽ സംവരണം എന്താണെന്ന് കൃത്യമായി ആളുകൾക്ക് മനസ്സിലാകാതെ പോകുന്നതിൻ്റെ ഒരു കാരണവും ഈ കോൺസ്റ്റിറ്റ്യൂഷൻ മൊറാലിറ്റിയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു വിഷയമല്ലേ? സംവരണത്തെക്കുറിച്ച് പറഞ്ഞാൽ ഇവിടെ ഇരിക്കുന്ന പലരും നെറ്റി ചുളിയും പ്രശ്നമാണ്. എന്തോ അനധികൃത ഇടപാട് നടത്തുന്ന പോലെയാണ് അവർക്ക്. അങ്ങനല്ലാതെ നമ്മൾ ഈ കോൺസ്റ്റിറ്റ്യൂഷണൽ മൊറാലിറ്റിയുടെയും കോൺസ്റ്റിറ്റ്യൂഷണൽ ഫ്രെയിംവർക്കിലാണ് നമ്മൾ ഈ സംവരണമടക്കമുള്ള അവകാശങ്ങൾ, ഇന്ത്യയിലെ പൗരന്മാർക്ക് കൊടുക്കുന്ന അവകാശങ്ങൾ, ഏതൊരവകാശത്തെയും നമ്മൾ കാണേണ്ടത് ഈ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനെയും കോൺസ്റ്റിറ്റ്യൂഷൻ മൊറാലിറ്റിയുടെയും ഫ്രെയിമിലാണ് നോക്കിക്കാണേണ്ടത്. അപ്പോൾ നമ്മൾ സ്ത്രീകൾക്ക് പ്രത്യേക അവകാശമുണ്ട് ഇന്ത്യക്കകത്ത്. അപ്പോൾ സ്ത്രീകളെ അതിഭീകരമായി പുരുഷാധിപത്യ സമൂഹം അതിഭീകരമായി മാർജിൻ ചെയ്യുന്നു, ആക്രമിക്കുന്നു, അവരെ ഡീമോറലൈസ് ചെയ്യുന്നു, അവർക്കെതിരെ സമൂഹ മനസാക്ഷി തന്നെ തിരിഞ്ഞു നിൽക്കുന്നു. അപ്പോൾ ഇതൊക്കെ നമ്മൾ പറഞ്ഞ പറഞ്ഞ സദസ്സിൽ നിന്ന് ഏതെങ്കിലും ഒരു മാന്യൻ എഴുന്നേറ്റ് പറയുന്നൊരു കാര്യം, ഈ സ്ത്രീകളാരും പുരുഷന്മാരെ ആക്രമിക്കാറില്ല എന്നാണ്. അപ്പോൾ പിന്നെ ഈ പറയുന്നവൻ്റെ ഉത്തരം മുട്ടുക, അവനവന്നേരെ ആ എന്നൊക്കെ വെക്കുക. അങ്ങനല്ല എൻ്റെ കാര്യം. അപ്പോൾ സംവരണം ഇങ്ങനെ ഇവർക്ക് കൊടുക്കണം എന്ന് പറഞ്ഞാൽ പാവപ്പെട്ട വേറെ ആൾക്കാർ, ബ്രാഹ്മണരിൽ പാവപ്പെട്ടവരില്ല എന്നാണ് പിന്നെ അടുത്ത ചോദ്യം. ഇങ്ങനല്ല ഈ വിഷയത്തെ കാണേണ്ടത്. നമ്മുടേത് ഈ വിവേചനം എന്നത് മനുഷ്യനോട് കാണിക്കുന്നൊരു കാര്യമാണ്. അത് നമ്മുടെ ഓഫീസുകളിലും കലാലയങ്ങളിലും ഒക്കെയുള്ളൂ. ഒരേ ജാതിയിൽപ്പെട്ടവർ തമ്മിൽ വിവേചനം കാണിച്ചു കളയും, ഒരേ മതത്തിൽപ്പെട്ടവർ വിവേചനം കാണിക്കും. വിവേചനം കാണിക്കുക, മറ്റവൻ എന്നേക്കാൾ കുറഞ്ഞവനാണ് അല്ലെങ്കിൽ അവൾ എന്നേക്കാൾ കുറഞ്ഞവളാണെന്ന് സ്ഥാപിക്കുക മനുഷ്യ സഹജമായൊരു വാസനയാണ്. പക്ഷേ നമ്മൾ പറയുന്ന വിവേചനം ഇതൊന്നുമല്ല. നമ്മൾ പറയുന്ന വിവേചനം, ഇന്ത്യയിലെ അയിത്തജാതിക്കാർ നേരിടുന്ന ബഹിഷ്കരണവും വിവേചനവും ഒരു സംവിധാനത്താൽ, ഒരു മൂല്യബോധത്താൽ, ഒരു സംവിധാനത്താൽ പ്രൊമോട്ട് ചെയ്യപ്പെടുന്നതാണെന്നുള്ളതാണ് അതിൻ്റെ കാര്യം. ഒരാളോട് കാണിക്കുന്നില്ല. സ്ത്രീകളോട് പുരുഷൻ കാണിക്കുന്ന അതിക്രമം വ്യക്തിപരമായി ചെയ്യുന്നതല്ല. ഇന്ത്യയിൽ വ്യാപകമായിരിക്കുന്ന പുരുഷാധിപത്യ ബോധത്താൽ അത് സപ്പോർട്ട് ചെയ്യപ്പെടുകയും അത് നിരന്തരം റിപ്രൊഡ്യൂസ് ചെയ്യപ്പെടുകയും അതിന് നിയമപരമായ സംരക്ഷണം കിട്ടുകയും ചെയ്യുന്നത് കൊണ്ടാണ് അത് എതിർക്കപ്പെടണമെന്ന് പറയുന്നത്. അല്ലാതെ ഏതെങ്കിലും പുരുഷനെ ഭാര്യ തല്ലിയത് കൊണ്ട് ഇല്ലാതാകുന്നതല്ല സ്ത്രീകൾക്കെതിരായ അതിക്രമം എന്ന് പറയുന്നത്. എന്ന് പറയുന്നൊരു യുക്തിയാണ് സംവരണത്തിനും ബാധകമായിട്ടുള്ളത്. സംവരണം എന്തുകൊണ്ടാണ് ഇന്ത്യക്കകത്ത് വേണ്ടി വന്നത്? കോൺസ്റ്റിറ്റ്യൂഷൻ പറയുന്നൊരു കാര്യം, പബ്ലിക് സ്പേസിലേക്ക് വരാനായിട്ട് അനുവദിക്കാത്ത ഒട്ടനവധി വിഭാഗങ്ങളുണ്ട് ഇന്ത്യക്കകത്ത്. എന്തുകൊണ്ടാണ് വരാൻ കഴിയാത്തതെന്ന് പറഞ്ഞാൽ അവർക്ക് നടക്കാൻ വയ്യാത്തത് കൊണ്ടല്ല അവർ വരാത്തത്. ഇപ്പോൾ ഈ മെറിറ്റ് പറയുന്നവരോടാണ് ഞാനീ പറയുന്നത്. അവർക്ക് നടക്കാൻ അറിയാൻ പാടില്ലാത്തതുകൊണ്ടല്ല വഴി കയറാതിരുന്നത്. അത് കൃത്യമായൊരു തടസ്സമാണ്. അത് ഭൗതികമായൊരു തടസ്സമല്ല, അത് മാത്രമല്ല, അത് ആത്മീയമായ എന്ന് പറയുന്നത് ധാർമ്മികമായൊരു തടസ്സം കൂടിയാണ്. നിങ്ങൾക്കറിയാമോ, തിരുവിതാംകൂറിൽ ഒരു പുലയക്കുട്ടി പള്ളിക്കൂടത്തിൽ കയറി എന്നറിഞ്ഞപ്പോഴേ ബോധം കെട്ടുപോയൊരു നായർ തറവാടിയുണ്ട്. പുള്ളി ആ ബോധം കെട്ട് കിടന്ന് മരിച്ചു പോയത്. അപ്പോൾ പാവം മനുഷ്യൻ അയാളൊരു ദുഷ്ടനൊന്നുമല്ല. അയാൾ വിചാരിക്കുന്നത് പുലയർ കയറി കഴിഞ്ഞാൽ ലോകം അവസാനിക്കുന്നതാണ് വിചാരിക്കുന്നത്. ഇവിടെയാണ് ആ ധാർമ്മികത അങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്. ഒരു പുലയനോ പറയനോ കയറി കഴിഞ്ഞാൽ ലോകം അവസാനിക്കുമല്ലോ, പിന്നെ എന്ത് ചെയ്യുമെന്ന് പേടിച്ചാണ് ബോധം കെട്ട് പോയത്. ബോധം തിരിച്ചു വരാതെ ആ മനുഷ്യൻ മരിച്ചു പോവുക.
ഇത്രമേൽ കഠിനമാണ് നമ്മളുടെ ധാർമ്മിക ബോധം. അവരാണ് നമ്മളെ ഈ പുറത്ത് നിർത്തുന്നത്. അപ്പോൾ ആധുനിക രാഷ്ട്രത്തെ സംബന്ധിച്ച്, ആധുനിക ജനാധിപത്യത്തെ സംബന്ധിച്ച് പൗരന്മാരെ ഉപേക്ഷിക്കാൻ പറ്റില്ല. തിയറിറ്റിക്കലി, പ്രാക്ടിക്കലി ഉപേക്ഷിക്കുന്നുണ്ടാവും, തിയറിറ്റിക്കലി ഉപേക്ഷിക്കാൻ പറ്റില്ല. അവരെ ഉൾക്കൊണ്ടേ പറ്റൂ, ഇൻക്ലൂസീവായേ പറ്റൂ. അപ്പോൾ ഈ ബഹിഷ്കൃതരായ വിഭാഗങ്ങളെ എങ്ങനെ രാഷ്ട്രത്തിലേക്ക് തിരിച്ചെടുക്കാം? സവിശേഷമായ പരിഗണന കൊടുത്തു മാത്രമേ തിരിച്ചെടുക്കാൻ പറ്റൂ. ആ സവിശേഷ പരിഗണനയാണ് യഥാർത്ഥത്തിൽ സംവരണത്തിന് അടിസ്ഥാനമായിരിക്കും. സംവരണം അങ്ങനെയാണ് രൂപം കൊള്ളുന്നത്. ഈ സംവരണം യഥാർത്ഥത്തിൽ ക്വസ്റ്റ്യൻ ചെയ്യുന്നത് എന്തിനെയാണ്? കോൺസ്റ്റിറ്റ്യൂഷണൽ ഫ്രെയിമിലൊന്ന് ആലോചിച്ച് നോക്കി. പരമ്പരാഗതമായി എല്ലാ അധികാരവും നിലനിർത്തിയിരുന്ന ജാതി വിഭാഗങ്ങളുടെ, സവർണ ഓളിഗാർക്കിയുടെ അധികാര സ്ഥാനങ്ങളിലേക്ക് ഈ ജനം കയറിയിരിക്കുക എന്ന് പറഞ്ഞാൽ അത് ഭരണഘടനാബാഹ്യമായ അധികാരമായി. ഈ സവർണ ഓളിഗാർക്കിയുടെ അധികാരം ആ സ്ഥലത്തേക്ക് ഭരണഘടനയുടെ പ്രൊവിഷൻ ഉപയോഗിച്ച് ബഹിഷ്കൃത വിഭാഗങ്ങളെ കയറ്റിയിരുത്തുക. ഈ കയറ്റിയിരുത്തുമ്പോൾ രണ്ട് തരം റെസ്പോൺസാണ് ഉണ്ടാകുന്നത്. ഒന്ന്, എൻ്റെ അവസരം പോകുന്നു എന്നുള്ളതാണ് ഒരു കാര്യം. അത് വ്യാപകമായി നമ്മൾ സംവരണമായിട്ട് ബന്ധപ്പെട്ട് ചർച്ച ചെയ്യും. അയലോകത്തെ പെങ്കൊച്ചിന് 3 മാർക്ക് കുറവായിരുന്നു, എന്നിട്ട് അതിന് കിട്ടി, എൻ്റെ മാർക്ക് കിട്ടിയില്ലെന്നൊക്കെ പരാതി പറയും. പരാതിയുടെ കാര്യമൊന്നുമില്ല, ഇതൊരു സോഷ്യൽ ക്വസ്റ്റ്യനായിട്ടാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അവരെ തിരിച്ച്. രണ്ടാമത്തെ കാര്യം, എൻ്റെ വീട്ടിൽ പണിക്ക് വന്നുകൊണ്ടിരുന്ന എൻ്റെ മകളിപ്പം IAS ആണ്, എനിക്ക് സമ്മതിക്കാൻ പറ്റില്ലെന്നാണ് ഈ പറയുന്നത്. ഈ പരമ്പരാഗതമായ അധികാരം നമ്മുടെ മനസ്സിനെ തന്നെ പ്രത്യേക രീതിയിൽ പരുവപ്പെടുത്തിയിരിക്കുക. ഈ ശ്രീ ധന്യ IAS ഇപ്പോൾ സബ് കളക്ടറാണ്. കേരളത്തിലൊരു പുരോഗമനകാരി പറഞ്ഞൊരു കാര്യം, ഞാൻ ആ കുട്ടിയോട് ചെന്നൊരു കാര്യം പറഞ്ഞിട്ട് ആ കുട്ടി അത് മുഖവിലക്കെടുത്തില്ലെന്ന്. അപ്പോൾ ഈ പറഞ്ഞവനാരാന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഷീസ് എ കളക്ടർ, സബ് കളക്ടർ, ഇവൻ പറഞ്ഞ കേൾക്കാനാണ് അവരിയ്ക്കുന്നത്. അപ്പോൾ അവനിപ്പോഴും ആ കുട്ടിയെ സബ് കളക്ടറായിട്ടല്ല കാണുന്നത്, ആദിവാസിയായിട്ടാണ് കാണുന്നത്. ദാറ്റ് ഈസ് ദ ക്വസ്റ്റ്യൻ. അതാണ് നമ്മുടെ ജാതി എന്ന് പറയുന്ന കാര്യം. ഇത് നമുക്ക് മനസ്സിലായില്ലെങ്കിൽ സംവരണം എന്തോ വലിയ കുറ്റകൃത്യമായിട്ട് നമുക്ക് തോന്നും. ഇതാണ് ഇപ്പോൾ ഡിഫൻസിലേക്ക് കോടതി പറഞ്ഞു പട്ടികക്കാരെ എടുക്കാൻ പറ്റില്ല എന്ന് പറയും. എന്താ കാര്യം? അതെടുക്കാൻ സാമൂഹിക വിപ്ലവത്തിന് കാലം വേണ്ടി വരുന്നത്. എന്ത് കാലം? EWCനെ എടുത്ത്, ദേ ആർ മെറിറ്റിയസ്. നമ്മളെല്ലാം യുദ്ധം ചെയ്ത്, EMSൻ്റെ കാലം പോലെ യുദ്ധം ചെയ്ത് സവർണറിലെ പാവപ്പെട്ടവർക്ക് നമ്മൾ മേടിച്ചു കൊടുത്തു. ഡിഫൻസിലേക്ക് അവരെ എടുത്തു, പട്ടികക്കാരെ എടുക്കുകയില്ല. വൈ? ബിക്കോസ് ദേ ആർ നോട്ട് മെറിറ്റിയസ്. എന്നാണ് ആ മെറിറ്റിൻ്റെ മാനദണ്ഡം? ദേ ആർ ലോവർ കാസ്റ്റ് എന്നുള്ള പൊട്ടന്മാരായിരിക്കുമെന്ന് സവർണനെ കരുതുക. ഏറ്റവും കൂടുതൽ പൊട്ടന്മാരുള്ളത് സവർണറിലാണെന്നുള്ളത് തർക്കമറ്റ വസ്തുതയായിരിക്കെ ഇവർ അങ്ങനെ കരുതുക. ഇത് നമ്മൾ വിശ്വസിച്ചോണം. ഞാൻ പറഞ്ഞു വരുന്നൊരു കാര്യം, ഈ സംവരണത്തെ നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷണൽ ഫ്രെയിമിൽ കാണുമ്പോൾ അത് ഒരു ആധുനിക ജനാധിപത്യം എങ്ങനെ മുന്നോട്ട് പോകുന്നു, അതിൻ്റെ സസ്റ്റൈനബിലിറ്റിയുടെ അടിസ്ഥാനം എന്താ? ഇൻക്ലൂസീവ്നെസ്സാണ്. ഇന്ത്യയിലെ അയിത്തജാതിക്കാരെയും ന്യൂനപക്ഷങ്ങളെയും സവിശേഷ അവകാശം കൊടുത്ത് ഇന്ത്യൻ ഭരണഘടന ഉൾക്കൊണ്ടില്ലായിരുന്നു എങ്കിൽ ഇന്ത്യ എന്ന് പറഞ്ഞ രാഷ്ട്രം ഇപ്പോൾ ഉണ്ടാവില്ല. ഒരു സംശയം വേണ്ട ആ കാര്യത്തിൽ. ഈ കോടിക്കണക്കിന് വരുന്ന ജനങ്ങൾ പുഴുക്കളെ പോലെ ഇവിടെ ജീവിക്കാൻ തയ്യാറാവുമോ? അപ്പോൾ നമ്മുടെ ജനാധിപത്യം നിലനിൽക്കുന്ന ഇൻക്ലൂസീവ് ക്വാളിറ്റി കൊണ്ടാണ്. അത് ഇവിടുത്തെ മാത്രമല്ല, എല്ലാ ജനാധിപത്യവും നിൽക്കുന്നത് അതിലെ ജനതയെ വീണ്ടെടുക്കുന്നതിലൂടെയാണ്. ആ വീണ്ടെടുപ്പിൻ്റെ ഒരു സംഗതിയാണ് ഈ പറയുന്ന റിസർവേഷൻ. നമുക്കൊരു കോൺസ്റ്റിറ്റ്യൂഷൻ മൊറാലിറ്റിയെക്കുറിച്ച് ഒരു സങ്കല്പവും ഇല്ലാത്തത് കൊണ്ട് ഇവർക്കൊക്കെ എന്തിനാണ് പ്രത്യേക പരിഗണന കൊടുക്കുന്നത്? ഒരു കാര്യം കൂടി പറയട്ടെ. ഈ ന്യൂനപക്ഷ അവകാശം ഈ കോൺസ്റ്റിറ്റ്യൂഷൻ മൊറാലിറ്റിയുടെ ഫ്രെയിമിൽ നമ്മൾ നോക്കുക. ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങൾക്ക് എന്തിനാണ് അവകാശം കൊടുക്കുന്നത്? നമ്മളുടെ സംഘപരിവാറിൻ്റെ ഏതൊരു നേതാവും വാതുറന്നാൽ ആദ്യം പറഞ്ഞു, ഇവിടെ അങ്ങനെ ന്യൂനപക്ഷവും ഭൂരിപക്ഷമൊന്നുമില്ല, നമ്മളെല്ലാവരും തുല്യരാണ്. പിന്നെ അവർക്കെന്തിനാണ് പ്രത്യേകം കൊടുക്കുന്നതാണ് ഈ ചോദ്യം. അപ്പോൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയിൽ ഈ വിഷയം വന്നപ്പോൾ ഡോക്ടർ BR അംബേദ്കർ വളരെ വ്യക്തമായും പറയുന്നുണ്ട്, ന്യൂനപക്ഷങ്ങൾക്ക് പ്രത്യേകമായ പ്രൊട്ടക്ഷൻ കൊടുക്കുവാനും അവരുടെ സംരക്ഷണം ഉറപ്പുവരുത്തുവാനും രാഷ്ട്രത്തിന് പ്രത്യേകമായ ഉത്തരവാദിത്വമുണ്ട്. എന്തുകൊണ്ടെന്നാൽ ഭൂരിപക്ഷത്തിൻ്റെ കാരുണ്യത്തിൽ ജീവിക്കേണ്ടവരല്ല ആധുനിക രാഷ്ട്രത്തിനകത്ത് ന്യൂനപക്ഷങ്ങൾ എന്നാണ് പറയുന്നത്.
ഇത് മനസ്സിലാക്കാനുള്ള ബുദ്ധിക്കാണ് കോൺസ്റ്റിറ്റ്യൂഷണൽ മൊറാലിറ്റി എന്ന് നമ്മൾ പറയുന്നത്. ഇത് മനസ്സിലാകുകയില്ല, ചിലർക്കത് പിടികിട്ടത്, നമ്മൾ എത്ര പറഞ്ഞാലും മനസ്സിലാവില്ല. ഇതാണ് BC 5-ാം നൂറ്റാണ്ടിൽ ഗ്രീക്കുകാർ നേരിട്ട പ്രശ്നം 21-ാം നൂറ്റാണ്ടിൽ ഇന്ത്യക്കാർ നേരിടുക എന്നങ്ങ് വിചാരിച്ചാൽ മതി. കുംഭമേള കണ്ടാൽ നമുക്ക് പിടികിട്ടും. ഇതിനപ്പുറവും നമ്മൾ നേരിടേണ്ടി വരും. ഇത്രയേ ഉള്ളൂ കാര്യം. നമ്മളൊരു റെപ്രസെൻറ്റേഷൻ്റെ ഒരു സാഹചര്യത്തിൽ പല പൊളിറ്റിക്കൽ സയൻറ്റിസ്റ്റുകളായിട്ടുള്ള ആളുകളൊക്കെ പറയും, ഇപ്പോൾ ഒളിഗാർക്കിയെ സംബന്ധിച്ചുള്ളൊരു കാര്യമൊക്കെ ഈ റൗണ്ട് ടേബിൾ കോൺഫറൻസിൻ്റെ ഒരു കോണ്ടക്സ്റ്റിൽ ഇന്ത്യയുടെ സ്വാതന്ത്ര്യം ഇന്ത്യക്കാർക്ക് കൊടുത്ത്, അല്ലെങ്കിൽ ഇന്ത്യ സ്വാതന്ത്ര്യം നേടിക്കഴിഞ്ഞാൽ ഇന്ത്യയുടെ ഭരണം ഇന്ത്യക്കാർക്ക് കൊടുത്തു കഴിഞ്ഞാൽ എങ്ങനെയായി തീരും എന്നുള്ളതിനെക്കുറിച്ചുള്ളൊരു ചർച്ച റൗണ്ട് ടേബിൾ കോൺഫറൻസിൽ നടക്കുന്നു. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ പറയുന്നുണ്ട്, അംബേദ്കർ തന്നെ പറയുന്നുണ്ട്, ഇന്ത്യയുടെ ഭരണം ഇന്ത്യക്കാർക്ക് കിട്ടിക്കഴിഞ്ഞാൽ അതൊരു ഒളിഗാർക്കിയായി മാറും എന്നുള്ളൊരു, അതായത് 2-3 സമുദായങ്ങൾ, പ്രബല വിഭാഗങ്ങൾ മാത്രം ഭരണം നടത്തുന്ന ഒരു വലിയൊരു രാഷ്ട്രമായി ഇന്ത്യ പരിണമിക്കും എന്ന ഒരു ഭീതി അദ്ദേഹം പറഞ്ഞു. അത് നമ്മൾ ഇന്നത്തെ സാഹചര്യം നോക്കി അത് വളരെ കൃത്യമായ ഒരു പ്രവചനം എന്ന നിലയ്ക്ക് തന്നെയാണ് നമ്മൾ കാണുന്നത്. അത് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. അപ്പോൾ ഇത്തരത്തിലുള്ളൊരു ഒളിഗാർക്കിയുടെ ഒരു കോണ്ടക്സ്റ്റ് മൊറാലിറ്റിയുമായി ബന്ധപ്പെട്ട് കോൺസ്റ്റിറ്റ്യൂഷൻ മൊറാലിറ്റിയുടെ ഒരു വെളിയിൽ രൂപപ്പെടുന്നതല്ല, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ളൊരു ഈ ഇന്ത്യയുടെ ഭരണം അല്ലെങ്കിൽ ഇന്ത്യ സ്വാതന്ത്ര്യം നേടിയതിന് ശേഷം ഇത്തരത്തിലുള്ളൊരു ഒളിഗാർക്കിയിലേക്ക് നമ്മൾ ഒളിഗാർക്കിയാണ് തുടർന്ന് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പ്രത്യേകിച്ച് കേരളത്തിൻ്റെയൊക്കെ ഒരു ചരിത്രം നമ്മൾ പരിശോധിച്ചാൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ മുഖ്യമന്ത്രി ആയിരിക്കുന്നു ഇപ്പോൾ 10-60 വയസ്സ് പ്രായമുള്ള കേരളത്തിൽ ഏതാണ്ട് 30 വർഷത്തോളം, അല്ലെങ്കിൽ കേരളത്തിൻ്റെ നേർപകുതി മുഖ്യമന്ത്രിയായിരുന്ന നായർ കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ആളുകൾ മാത്രമാണ്. അല്ലെങ്കിൽ മന്ത്രിമാരുടെയും ലിസ്റ്റുകൾ നമ്മൾ പരിശോധിച്ചാലും ക്രിസ്ത്യാനികളും നായർ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ മാത്രമാണ്. അപ്പോൾ നമ്മുടെ ഒരു ഇലക്ഷൻ്റെ ഒരു സാഹചര്യത്തിലും അല്ലെങ്കിൽ പൊളിറ്റിക്കൽ പാർട്ടികൾ മുൻപോട്ട് വെക്കുന്നതുമൊക്കെ ഈ ഭരണഘടനയ്ക്ക് വിരുദ്ധമായി, അതായത് ന്യൂനപക്ഷങ്ങൾക്കും അല്ലെങ്കിൽ നാളിതുവരെ റെപ്രസെൻറ്റേഷൻ കിട്ടാത്ത വിഭാഗങ്ങൾക്കും പ്രാതിനിധ്യം ലഭിക്കണം, നിയമസഭയ്ക്കുള്ളിലും അല്ലെങ്കിൽ തദ്ദേശീയ സ്വയംഭരണ വകുപ്പുകളിലുമൊക്കെ പ്രാതിനിധ്യം ലഭിക്കണമെന്ന ഒരു ബോധ്യം ഇല്ലാതായി തീരുന്നതിന് പിന്നിലും ഈ ഒരു മൊറാലിറ്റിയുടെ ഒരു പ്രശ്നം, കോൺസ്റ്റിറ്റ്യൂഷൻ മൊറാലിറ്റിയുടെ ഒരു പ്രശ്നം നിലനിൽക്കുന്നില്ലേ എന്നുള്ളൊരു. സവർണ ഒളിഗാർക്കി എന്നൊക്കെ പറയും. ഈ സവർണരാരും വളരെ പിടിക്കേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ. മനുഷ്യരല്ലാത്തവർ വളരെ പിടിച്ചോട്ടെ. ഈ സവർണ ഒളിഗാർക്കി എന്ന് പറഞ്ഞാൽ ചില ഒരു പ്രത്യേക വിഭാഗങ്ങൾ, ചില പ്രത്യേക കുടുംബങ്ങൾ, ചില പ്രത്യേക സാമ്പത്തിക ശക്തികൾ, ചില പ്രത്യേക സമുദായങ്ങൾ, അവരാണ് ഇന്ത്യ ഭരിക്കുന്നത്, കേരളം ഭരിക്കുന്നത്. എന്തുകൊണ്ടാണ്? അവരൊക്കെ മാന്യന്മാരും അവരൊക്കെ നല്ല ബുദ്ധിമാന്മാരും ആയതുകൊണ്ടൊന്നുമല്ല. ദേ ആർ സോഷ്യലി സാങ്ഷൻഡ് പീപ്പിൾ. സാമൂഹികമായി സാങ്ഷൻ ചെയ്യപ്പെട്ട വിഭാഗമാണ്. അങ്ങനെയാണ് 1930 തന്നെ ഇതിൻ്റെ അപകടം അംബേദ്കർ ചൂണ്ടിക്കാണിക്കേണ്ടത്. ഈ ഒളിഗാർക്കിയെ തകർക്കാൻ നമുക്ക് കഴിയണം. ഒളിഗാർക്കിയെ തകർക്കാൻ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക? ഇന്ത്യ പോലെ ഡൈവേഴ്സിഫൈഡ് ആയിട്ടുള്ള സമൂഹത്തിൽ എല്ലാ ഘടകങ്ങളിൽ നിന്നും ഭരണാധികാരികൾ ഉണ്ടായി വരണം. അവരൊരു കൂട്ടായ ഒരു ഭരണാധികാര സമൂഹമായി ഇന്ത്യ മാറണം. അതേ മാർഗമുള്ളൂ, വേറെ മാർഗമൊന്നുമില്ല എന്ന് അംബേദ്കർ അന്ന് തന്നെ ചൂണ്ടിക്കാണിക്കുന്നു. എന്നാൽ കേരളത്തിൽ നമ്മൾ അഖിലേന്ത്യാ സംഭവക്കോട് കേരളത്തിൻ്റെ ഒരു അനുഭവം. കേരളത്തിൽ ഇപ്പോൾ നിലവിലുള്ള മന്ത്രിസഭയിൽ 50% നായന്മാരാണ്. എന്താ എൻ്റെ കാര്യം? നായന്മാർക്ക് മാത്രമേ ഭരിക്കാൻ അറിയാവുള്ളൂ. ഞാനിത് ചോദിക്കുമ്പോൾ ഞാൻ ജാതി പറയാമെന്ന്. എനിക്ക് നായന്മാരുടെ എന്തോ വിരോധം? എനിക്കൊരു വിരോധവും ഇല്ല. ഒത്തിരി നായന്മാരുമായിട്ട് എനിക്ക് നല്ല സൗഹൃദവും കൂടി ഉള്ള ഒരാളാണ്. അല്ല, ഞാനൊരു സർട്ടിഫിക്കറ്റ് എടുക്കുമല്ല, എനിക്കതിൻ്റെ ആവശ്യമില്ല. ഇനി നായന്മാരുടെ വിരോധം ഉണ്ടെന്ന് നിങ്ങൾ വിചാരിച്ചാലും എനിക്ക് പ്രശ്നമില്ല. ഞാൻ ചോദിക്കുന്ന ചോദ്യം അതല്ല. 10% മാത്രമുള്ള നായന്മാർക്ക് എങ്ങനെ 50% മന്ത്രിമാരെ കിട്ടിയത്? അതിന് പിണറായി വിജയൻ ഉത്തരം പറയണം. മൈക്ക് കിട്ടുമ്പോൾ വിപ്ലവം പറഞ്ഞാൽ പോരാ. ഈ മന്ത്രിസഭ ഉണ്ടാക്കുമ്പോഴും ആ ബോധം തരാം. അതിനാണ് കോൺസ്റ്റിറ്റ്യൂഷണൽ മൊറാലിറ്റി എന്ന് പറയുന്ന കാര്യം. ഞാൻ നിങ്ങളോട് നേരെ തിരിച്ച് നിങ്ങളൊന്ന് ആലോചിച്ച് 50% 20 പട്ടികജാതി മന്ത്രിമാർ, ഒരാദിവാസി മുഖ്യമന്ത്രി കേരളത്തിൽ നിങ്ങൾക്ക് ഭാവന ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഭാവന ചെയ്യില്ല. ഭാവന ചെയ്യാൻ നമുക്ക് പറ്റത്തില്ല. അതാണ് കാസ്റ്റ് എന്ന് പറയുന്നൊരു സംഭവം. അപ്പോൾ ഈ സവർണ ഒളിഗാർക്കിയെ പൊളിക്കുന്ന ഒരു വലിയ ഡോക്യുമെൻ്റാണ് ഇന്ത്യൻ ഭരണഘടന. ഇന്ത്യൻ ഭരണഘടനയിൽ നമ്മളുടെ സർദാർ വല്ലഭായ് പട്ടേൽ ചെയർമാനായിട്ടുള്ള ഒരു കമ്മിറ്റി ഉണ്ടായിരുന്നു, ഈ ന്യൂനപക്ഷ അവകാശങ്ങളെക്കുറിച്ചിട്ടൊക്കെ. അതിനെക്കുറിച്ച് അദ്ദേഹം 47 കൊടുക്കുന്ന റിപ്പോർട്ടിൽ, കോൺസ്റ്റിറ്റ്യൂൻ്റ് അസംബ്ലിയിൽ കൊടുക്കുന്ന റിപ്പോർട്ടിൽ
ഇന്ത്യയിലെ പട്ടികജാതിക്കാർ, പട്ടികവർഗക്കാർ, മുസ്ലിങ്ങൾ അടക്കമുള്ള ന്യൂനപക്ഷങ്ങൾക്കൊക്കെ റെപ്രസെൻറ്റേഷൻ കൊടുക്കണമെന്ന് വ്യക്തമായി എഴുതിയ റിപ്പോർട്ട് 47 സമർപ്പിച്ച വല്ലഭായ് പട്ടേലിൻ്റെ കമ്മിറ്റി 48 ആ റിപ്പോർട്ട് പിൻവലിക്കുകയും പട്ടികജാതിക്കാർക്കും പട്ടികവർഗക്കാർക്കും മാത്രം കൊടുത്താൽ മതി എന്ന റിപ്പോർട്ട് എഴുതി കൊടുത്ത ചരിത്രം ഇന്ത്യക്കുണ്ട്. നമ്മളത് മനസ്സിലാക്കിക്കോണം. യഥാർത്ഥത്തിൽ ഇപ്പോൾ യു പിയിൽ നിന്ന്, ഗുജറാത്തിൽ നിന്ന് വർഷങ്ങളായിട്ട് ഒരു മുസ്ലിം അവിടുത്തെ നിയമസഭ കണ്ടിട്ടില്ല. ഈ പറയുന്ന പ്രൊവിഷൻ ഉണ്ടായിരുന്നെങ്കിലോ ആരെങ്കിലും ഉണ്ടോ? അവർ പോയ വിപ്ലവം നടക്കുമെന്ന് അടുത്ത വിപ്ലവകാരിയുടെ ചോദ്യം. അവർ പോകുമ്പോൾ മാത്രം നിനക്കെന്താ വിപ്ലവം നടത്തുന്നത് നിർബന്ധം എന്നാ എൻ്റെ മറു ചോദ്യം. പട്ടികജാതിക്കാർ പ്രസിഡൻ്റ് അന്നേരം വിപ്ലവം വേണം, ബ്രാഹ്മണ പ്രസിഡൻ്റ് ആകുമ്പോൾ കുഴപ്പമില്ല. ഇതൊക്കെ എന്ന് പറയുന്നത് തനി ജാതിയാണ്, ജാതിബോധമാണ് നമ്മളെ കൊണ്ട് ഇതൊക്കെ പറയിപ്പിക്കുന്നത്. ആ നിലക്ക് നമ്മൾ നോക്കുമ്പോൾ ഈ ഒളിഗാർക്കിയെ തകർക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഡോക്യുമെൻ്റാണ് ഇന്ത്യൻ ഭരണഘടന നമ്മൾ കാണണം. അതെല്ലാവർക്കും അവസരം കൊടുക്കണമെന്ന് ഉറപ്പിക്കുന്നൊരു ഡോക്യുമെൻ്റാണ്. അതുകൊണ്ടാണ് ഭരണഘടനയോട് ഈ ഒളിഗാർക്കി വിഭാഗങ്ങൾ വളരെ വലിയ ശത്രുത പ്രഖ്യാപിക്കുകയും ഭരണഘടനയ്ക്ക് പകരം മനുസ്മൃതി വേണമെന്നൊക്കെ പറയുന്നതിൻ്റെ പിന്നിലുള്ള സംഗതി ഇതാണ്. ഈ ഒളിഗാർക്കി തകർക്കാൻ ഒറ്റ മാർഗമേ ഇന്ത്യയിലുള്ളൂ. നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായി പറയേണ്ട ഒരു കാര്യം, ഇന്ത്യയിലെ മുഴുവൻ സാമൂഹിക വിഭാഗങ്ങൾക്കും പ്രാതിനിധ്യമുള്ള പങ്കാളിത്തമുള്ള ഗവൺമെൻറ്റാണ് ഇന്ത്യയിൽ ജനാധിപത്യ ഗവൺമെൻറ് നമ്മൾ പറയണം. അല്ലാണ്ട് ഇവർ പറയുന്നതല്ല ജനാധിപത്യം. പ്രിയങ്ക ഗാന്ധി ഇവിടെ വരുമ്പോൾ വയനാട്ടിൽ എന്തോ അത്ഭുതം സംഭവിച്ചില്ല. ഈ പ്രിയങ്ക ഗാന്ധിക്ക് എൻ്റെ പ്രത്യേകത ഉള്ളത് ഞാൻ നോക്കിയിട്ട് ഒരു പ്രത്യേകതയും കാണും. ഇവിടെ ഇരിക്കുന്ന പെൺകുട്ടികൾ അത്രയും പോലും ഇൻ്റലക്ച്വൽ ക്വാളിറ്റി ഉണ്ടാവണമെന്നൊന്നുമില്ല. ചിലപ്പോൾ കാണുമായിരിക്കും, ഉണ്ടാവണം നിർബന്ധമൊന്നുമില്ല. ഒരു സാധാരണ സ്ത്രീ മാത്രമാണ്. പക്ഷെ അവർ ചുമന്നുകൊണ്ട് വരുന്നത് നെഹ്റുവിൻ്റെ പാരമ്പര്യമാണ് കൊണ്ടുവരുന്നത്. നമ്മളെല്ലാം അവതാളത്തിലാവുക. അങ്ങനെ ചില കുടുംബങ്ങളിൽ ചില ജാതികളിൽ മാത്രം അധികാരം കേന്ദ്രീകരിക്കുന്നതുകൊണ്ടാണ് സഹോദരയ്യപ്പൻ ഒരിക്കൽ പറഞ്ഞത്, പാർട്ടി മാറി ഭരിച്ചാൽ മാത്രം പോരാ, ജാതി മാറി ഭരിക്കണമെന്ന് പറഞ്ഞത്. അതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം. താങ്ക് യു. നമ്മൾ ഇനി ക്വസ്റ്റ്യൻ ചോദിക്കാനുള്ളൊരു അവസരമാണ്. കുറച്ച് സമയം എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം. സർ, എൻ്റെ ചോദ്യം ഇതാണ്. അതായത് ഇന്ത്യയിലെ സോഷ്യലി ബാക്ക്വേർഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇൻഡിജിയസ് കമ്മ്യൂണിറ്റിയിൽ നിന്ന് വരുന്ന അക്കാഡമിഷ്യൻസും പ്രൊഫസേഴ്സും ഉള്ള ഫസ്റ്റ് ജനറേഷൻ ഉള്ള കാലഘട്ടമാണിത്. അപ്പോൾ ഈ കാലഘട്ടത്തിലാണ് ഇവർ CUT ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്, NEP 2020 ഒക്കെ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്. അതായത് ഒരു തരത്തിൽ നോക്കിയാൽ ഇത്തരം കമ്മ്യൂണിറ്റിയിൽ നിന്ന് വരുന്ന സ്റ്റുഡൻസിനെയോ അല്ലെങ്കിൽ വിദ്യാഭ്യാസം ചെയ്യേണ്ടിയിരിക്കുന്ന സാധ്യതകളെ ഒരു തരത്തിൽ മുറിച്ചിട്ടുകൊണ്ട് ഒരു രഹസ്യ കടത്താണത് ചെയ്യുന്നത് ശരിക്കും. ഇനി സോഷ്യലി ബാക്ക്വേർഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇവർ പറയുന്ന മാർജിനലൈസ്ഡ് കമ്മ്യൂണിറ്റിയിൽ നിന്ന് വരുന്ന സ്റ്റുഡൻസ് ഉണ്ടാവാതിരിക്കെ, ഇങ്ങനെയുള്ള അക്കാഡമിഷ്യൻസ്മാർക്ക് ഉണ്ടാവാതിരിക്കെ, ഈ 60കളിലുള്ള പാരമ്പര്യം കാത്തു സൂക്ഷിച്ചുകൊണ്ട് ബ്രാഹ്മണിക്കൽ അല്ലെങ്കിൽ ഹൈറാർക്കിയലായിട്ടുള്ള അക്കാഡമിഷ്യന്മാർ നിന്നുകൊണ്ട് ഇന്ത്യ പിന്നെയും ഇവർ വിചാരിക്കുന്ന രീതിയിൽ മാറിക്കൊണ്ടിരിക്കുക. ആസ് എ അക്കാഡമിഷ്യൻ എപ്പോഴും സ്റ്റുഡൻസിനെ ആയിട്ട് സംസാരിക്കുന്ന ഒരു ആളെന്ന നിലയിൽ സാറിൻ്റെ ഇതെന്താ? കാരണം ആരും ഈ വിഷയത്തെക്കുറിച്ച് ഞാൻ സംസാരിച്ച് കേട്ടിട്ടില്ല. ആരും ഇതിനെക്കുറിച്ച് പൊതുവേദിയിൽ സംസാരിച്ച് ഞാൻ കണ്ടിട്ടുമില്ല. അതുകൊണ്ടാണ് ചോദിക്കുന്നത്. അതായത് ഒരു പുതിയ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിനുള്ളിൽ ദളിത് ആദിവാസി വിഭാഗങ്ങൾക്ക് ഒരു റെപ്രസെൻറ്റേഷൻ കിട്ടുന്നില്ല എന്നുള്ളൊരു കാര്യമാണത്. ആ ഓക്കെ ആ അതായത് നമ്മുടെ ഈ കേന്ദ്ര ഭരണത്തിൻ്റെ ഒരു പുതിയ പോളിസികളല്ല അവർ സെൻട്രലൈസ്ഡ് ആക്കുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ദളിതരും ആദിവാസികളും പുറന്തള്ളപ്പെടുകയാണ്. ഒരു ഏകീകൃത സിസ്റ്റം കൊണ്ടുവരുന്ന സാഹചര്യം സെൻട്രൽ യൂണിവേഴ്സിറ്റികളല്ല. അതിൻ്റെ ഒരു കാരണം അതിനെങ്ങനെ പുറന്തള്ളപ്പെടുന്നത് അല്ല, ഇക്കാര്യം നമ്മൾ പൊതുവേദികളിൽ അത് ഡിസ്കസ് ചെയ്യാറില്ല എന്നത് ശരിയായൊരു നിരീക്ഷണമല്ല. ഈ വിഷയമടക്കം പൊതുവേദിയിൽ പല രൂപത്തിൽ ചർച്ച ചെയ്യുന്നു. അത് ഞാൻ ചർച്ച ചെയ്യുന്നു എന്നല്ല പറഞ്ഞത്,
അത് പല രൂപത്തിൽ ചർച്ച ചെയ്യുന്നുണ്ട്. ഇതിനകത്തുള്ളൊരു സംഭവം എന്ന് പറഞ്ഞാൽ ഈ എക്സ്ക്ലൂഷണറി മെക്കാനിസം ഇപ്പോൾ ഈ പുതിയ UGCയുടെ തീരുമാനങ്ങളോ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പുതിയ ന്യൂ എഡ്യൂക്കേഷൻ പോളിസിയുടെയോ മാത്രം ഒരു പ്രോഡക്റ്റല്ല, അതൊരു തുടർച്ചയാണല്ലോ. അപ്പോൾ ഈ എക്സ്ക്ലൂഷണറി മെക്കാനിസം എന്നത് ഏറ്റവും പുതിയ സംഗതിക്കകത്ത് ഏറ്റവും ഭംഗിയായിട്ട് ഏറ്റവും ഫോഴ്സ്ഫുള്ളായിട്ട് അവർക്ക് നടത്താൻ പറ്റും എന്നുള്ളതാണ് പുതിയ പോളിസിയുടെ ഒരു പ്രശ്നം. ഇപ്പം ഞാനൊരു ഉദാഹരണം പറയാം. ഇപ്പം ഇന്ത്യൻ ഈ അക്കാഡമിക്കകത്ത് ഈ പറയുന്ന സ്കൂളിങ്, കോളേജിൽ പോകുന്നു, അങ്ങനെയുള്ള ഈ അക്കാഡമി വേൾഡിനകത്ത് ഇതിൻ്റെ സിലബസ് കുട്ടി പഠിക്കേണ്ടത് എന്തെന്ന് തീരുമാനിക്കുന്നത് എപ്പോഴും ഈ നമ്മൾ മെയിൻ സ്ട്രീം എന്ന് വിളിക്കുന്ന എലൈറ്റ് കൾച്ചറിൻ്റെ ഭാഗമായിട്ടുള്ള സംഗതികളാണ്, ആ എലമെൻറ്റുകൾ അതിനകത്തേക്ക് കടന്നു വരുന്നത്. അപ്പോൾ സ്വാഭാവികമായും മാർജിനിൽ നിന്ന് വരുന്ന വിഭാഗങ്ങൾ അവർക്ക് ആ സിലബസിനെ മുന്നോട്ടെടുക്കുവാനും അവർക്കതിനകത്ത് മറ്റുള്ളവരോട് മത്സരിച്ച് കടന്നു കയറുവാനുള്ള സാധ്യതകളെ ആദ്യം തന്നെ അത് തടസ്സപ്പെടുത്തുന്നുണ്ട്. ഇപ്പോൾ IIT പോലെയുള്ള സ്ഥാപനങ്ങളിൽ അത് നോക്കിയാൽ മാത്രം നമുക്കിതിൻ്റെ ഒരു സംഗതി പിടികിട്ടും. IITയിൽ ഒള്ളി മെറിറ്റ് എന്നാണ് പറഞ്ഞത്, ഒള്ളി മെറിറ്റ്. അപ്പോൾ ഈ മെറിറ്റ് മാത്രം നോക്കുമ്പോൾ നമ്മൾ കാണുന്നത് എന്താണ്? ശരിക്കും സവർണർ മാത്രമേ അവിടെ ഉള്ളൂ. ദാറ്റ് മീൻസ് ഈ വിഭാഗം മെറിറ്റിയസ് അല്ലേ? എന്താണ് അതിൻ്റെ ഒരു സംഗതി? അപ്പോൾ ഇത് നമ്മുടെ ഈ സാമൂഹിക അധികാരത്തിൻ്റെ ഒരു പ്രയോഗമാണ് യഥാർത്ഥത്തിൽ ഈ പുതിയ എഡ്യൂക്കേഷൻ പോളിസിയിലുള്ളത്. രണ്ടാമതൊരു കാര്യം, അതിന് കൂടുതൽ അപകടകരമായൊരു വശം എന്ന് പറയുന്നത്, ഇന്ത്യ എന്നത് വലിയ നോളജിൻ്റെ, മെറ്റലർജി അടക്കമുള്ള നോളജിൻ്റെ വലിയൊരു പാരമ്പര്യത്തെക്കുറിച്ച് വളരെ വലിയ അവകാശവാദം ഈ പുതിയ പോളിസിക്കകത്ത് പറയുന്നുണ്ട്. യഥാർത്ഥത്തിൽ വെറുതെ പലതും വെറുതെ അവർ പറയുന്ന. അപ്പം മാധവൻ നായർ പറയുന്നൊരു കാര്യം, നമുക്ക് പുഷ്പക വിമാനത്തെക്കുറിച്ച് ഗവേഷണം നടത്തണം, വെറുതെ പറയുന്ന. പുള്ളി ISROയുടെ ചെയർമാനായിരുന്നു. അപ്പോൾ പുഷ്പക വിമാനത്തിൻ്റെ ടെക്നോളജി വെച്ചിട്ടല്ല റോക്കറ്റ് മുകളിലേക്ക് വിട്ടെന്ന് പുള്ളിക്ക് അറിയാൻ പാടില്ലേയില്ല. പക്ഷേ പുള്ളി പറയും ഇത്. അപ്പോൾ ഈ നിലക്കുള്ള ഈ മാർജിനിൽ നിന്ന് വരുന്ന വിദ്യാർത്ഥികളെ പുറന്തള്ളുക. ഈ പറയുന്ന ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ഗൈഡിനെ കിട്ടാൻ വർഷങ്ങളോളം കാത്തിരിക്കുന്ന ദളിത് വിദ്യാർത്ഥികളുണ്ട്. ഗൈഡിനെ കിട്ടാൻ ഒന്ന് ഓർക്കണം. അപ്പോൾ ഈ ഗൈഡിൻ്റെ ജോലി എന്നാ? ഗൈഡ് അത് അവൻ പഠിക്കലായിരിക്കും, അവനങ്ങ് തീരുമാനിച്ചു. ആന്ധ്രയിലൊരു കുട്ടിയോട് പറയും, നീ എന്തിനാണ് പഠിക്കുക, നീ PhD എടുക്കുന്നത് എന്തിനാണ്? നീ നാട്ടിൽ പോയി പശുവിനെ നോക്കാൻ പറഞ്ഞിട്ട് ആ പയ്യൻ ആത്മഹത്യ ചെയ്ത, രോഹിത് വെമുലയ്ക്ക് മുമ്പ് ആത്മഹത്യ ചെയ്തൊരു ചരിത്രം ഇന്ത്യക്കുണ്ട്. എന്നോടൊക്കെ ടീച്ചർമാർ മുഖത്തൊക്കെ നീ സ്റ്റൈബൻഡ് മേടിക്കാനാണ് ഇവിടെ വരുന്നത് ചോദിച്ചിട്ടുണ്ട്. അവരൊക്കെ മരിച്ചുപോയി കേട്ടോ. അല്ല, ഞാൻ പറയുന്നത് അങ്ങനെ നമ്മളെ ഒരു വിദ്യാർത്ഥി ഒരു ക്ലാസ് റൂമിലേക്ക് ചെല്ലുമ്പോൾ ഒരിക്കൽ പോലും അവനെ പ്രൊമോട്ട് ചെയ്യാതിരിക്കുക, അവനെ അപമാനിക്കുക, അവളെ അപമാനിക്കുക. ഒരു ക്ലാസ്സിൽ ഒരു പെൻസിൽ മോഷണം പോയാൽ നോട്ട ഇങ്ങനെ കറുത്ത വിദ്യാർത്ഥികളിലേക്ക് അങ്ങ് കേന്ദ്രീകരിക്കുക. കാരണം അവരെ മോഷ്ടാക്കുന്ന ഒരു ധാരണ, നമ്മളൊരു ധാരണ. നിങ്ങൾക്കറിയാം, കേരളത്തിൽ 10 കൊല്ലത്തിനിടയ്ക്ക് പിടിക്കപ്പെട്ട മുഴുവൻ പ്രധാന പ്രതികളും വെളുത്ത മനുഷ്യരാണ്. കറുത്ത ഒരാൾ നിങ്ങൾ കണ്ടുകൊണ്ടോ? പക്ഷെ കറുത്തവർക്കാണ് വഴിയിലിറങ്ങി നടക്കാൻ പറ്റുമോ? കള്ളന്മാരും കള്ളികളും അതാ പറഞ്ഞു. എന്നാ പറയാനാ? ഇത് തന്നെ അതിൻ്റെ ഒരു എക്സ്റ്റൻഷനാണ് അവിടെ നടക്കുന്നത്. അത് കാര്യമായി കോടതിയിൽ ക്വസ്റ്റ്യൻ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ കേരളത്തിലാണെങ്കിൽ എയ്ഡഡ് മേഖല 50% മെറിറ്റ്, 50% മെറിറ്റാണ്, 50% കമ്മ്യൂണിറ്റി കോട്ട. പക്ഷേ കേരളത്തിൽ 1972 ഡയറക്റ്റ് പേ സിസ്റ്റം ഉണ്ടായതിന് ശേഷം 100% കമ്മ്യൂണിറ്റി കോട്ടയാണ്. എന്തെങ്കിലും കുഴപ്പമുള്ളതായിട്ട് മലയാളിക്ക് തോന്നുന്നുണ്ടോ? തോന്നിയല്ല. കാരണം കോൺസ്റ്റിറ്റ്യൂഷൻ മൊറാലിറ്റി എന്ന് പറഞ്ഞ സാധനം ഇല്ലല്ലോ നമുക്ക് തോന്നിയല്ല. അതിപ്പോൾ അവരുടെ കോളേജല്ലേ, അവരവരല്ലേ ചേർക്കുള്ളെന്നാണ്. അതൊരു സമാന്തര അധികാര കേന്ദ്രമായിട്ട് നമ്മളങ്ങ് സമ്മതിച്ചു കൊടുത്തേക്കുക. നിങ്ങൾ കാണിക്കുന്ന തെറ്റാണ്. 50 പേര് ബാക്കി 50 പേരെ എല്ലാവരിൽ നിന്നും എടുക്കണമെന്ന് നമ്മളാരും പറഞ്ഞിട്ടില്ല. അവിടെ നിന്നൊക്കെയാണേ നമ്മുടെ ബുദ്ധിജീവികളെല്ലാം ഇറങ്ങി വരുന്നത്. അവർ പിന്നെ പറയുമോ? അവിടുത്തെ അധ്യാപകരാണ് നമ്മുടെ ബുദ്ധിജീവികൾ, സാംസ്കാരിക നായകന്മാർ എന്ന് പറയുന്ന വിഭാഗം. സണ്ണി ചേട്ടാ, എൻ്റെ ഭാവനയിൽ വന്ന് ഇതിൽ നിന്നൊരു കാര്യം ചോദിക്കുകയാണ്. നിങ്ങൾ പേഴ്സണൽ ടേക്കാണ് അറിയേണ്ടത്. അതായത്
ഇപ്പോൾ നമുക്കറിയാം പബ്ലിക് സെക്ടറിലൊക്കെ സർക്കാർ സവർണ ആൾക്കാരിലേക്ക് വിറ്റുകൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ് നമ്മളുള്ളത്. അപ്പോൾ റെപ്രസെൻറ്റേഷൻ ഓഫ് ഒപ്രസ്ഡ് കമ്മ്യൂണിറ്റി ഇൻ പ്രൈവറ്റ് സെക്ടർ എന്നുള്ളൊരു വിഷയത്തിൽ അല്ലെങ്കിൽ ആ ഒരു ചർച്ചയിൽ സണ്ണിച്ചേട്ടൻ്റെയും അതേപോലെ വിൻപോൾ ചേട്ടൻ്റെയും പേഴ്സണൽ ടേക്ക് അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. അതെ, വളരെ വളരെ ശരിയായത് റീസണബിളായിട്ടുള്ള ഡിമാൻഡാണ് ഈ പ്രൈവറ്റ് മേഖലയിൽ റിസർവേഷൻ തരണമെന്നത്. കാര്യം അത് ഈ പ്രൈവറ്റ് മേഖല എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഫ്രം വെയർ ദിസ് മണി ജനറേറ്റഡ്? എവിടെ നിന്നാണ്? ബാങ്കിൽ നിന്നാണ്. എൻ്റെ വീട്ടിൽ ഇവൻ പണിയെടുത്തതിന് കൂട്ടി വെച്ച പൈസ കൊണ്ടല്ല വ്യവസായം. പബ്ലിക് മണിയാണ്, പബ്ലിക് മണി. ആ മണി ഉപയോഗിച്ചിട്ടാണ് അയാൾ ഇവിടെ ഒരു വ്യവസായം തുടങ്ങുന്നത്, അല്ലെ വ്യാപാരം, അല്ലെ സ്ഥാപനം തുടങ്ങുന്നത്. ആ സ്ഥാപനത്തിൽ കേരളത്തിൽ ജീവിക്കുന്ന മുഴുവൻ മനുഷ്യരെയും എടുക്കണമെന്ന് പറയുന്നത് തികച്ചും ന്യായമായൊരു കാര്യമാണ്. പക്ഷെ നമുക്കങ്ങനെ തോന്നുന്നില്ല. അപ്പോൾ ഞാനൊരു കച്ചവടം തുടങ്ങി. അപ്പോൾ ഇന്ത്യയിലെ മൾട്ടിനാഷണൽ കമ്പനികളോട് ഇന്ത്യ ഗവൺമെൻറ് ചോദിച്ചു, നിങ്ങളിത് കൊടുക്കാൻ തയ്യാറാണോ? ഞങ്ങൾ കൊടുക്കുകയെന്ന് പറഞ്ഞു. ഞങ്ങൾ കൊടുക്കുകയെന്ന് പറഞ്ഞാൽ പ്രൈവറ്റ് മേഖലയിൽ പെൺകുട്ടികളെ റിസപ്ഷനിസ്റ്റായിട്ട് പെൺകുട്ടികളെ ആവശ്യമുണ്ട്. ഫെയറായ, എന്താണ്, വാട്ട് ഈസ് ദ മീനിങ് ഓഫ് ഫെയർ? കറുത്തവരാരും അപേക്ഷിക്കേണ്ടതാണ് ഈ പറയണതിൻ്റെ രത്ന ചുരുക്കം, ഇത്രയേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ വലിയൊരു വിഭാഗത്തെ അങ്ങനെ പുറന്നുള്ളൂ. ആദിവാസിയാന്ന് പറഞ്ഞാൽ ശരിയാവത്തില്ല, അവരെ പറ്റത്തില്ല, അവനെ നമുക്ക് നമ്മുടെ കംഫർട്ടബിലിറ്റി അങ്ങ് നഷ്ടപ്പെടുക. ഒരു ദളിതൻ അല്ലെങ്കിൽ ഇപ്പോൾ അമേരിക്കൻ TV ഒക്കെ നമ്മൾ കാണുമ്പോൾ ഈ ബ്ലാക്ക് നല്ല തടിച്ച നല്ല വളരെ വൈബ്രൻ്റ് ആയിട്ടുള്ള വളരെ ഇൻ്റലക്ച്വൽ ആയിട്ടുള്ള സ്ത്രീകളുടെ വലിയൊരു നിര അവിടെ ടോക്ക് ഷോയിൽ പങ്കെടുക്കുന്ന നമുക്ക് കാണാം. കേരളത്തിൽ അങ്ങനെയില്ല. കേരളത്തിൽ എന്നെയൊക്കെ ഇടയ്ക്ക് വിളിക്കുക. എപ്പോഴാണ് വിളിക്കുന്നത്? അവരിങ്ങനെ നോക്കി നിൽക്കുക. ദളിതരവരെ കൊല്ലപ്പെട്ടു. ഉടനെ സണ്ണി വിളിക്കാൻ. സണ്ണി പറയുന്നു, എനിക്ക് ഇന്ത്യൻ ഭരണഘടനയെ കുറിച്ച് അഭിപ്രായമുള്ള ആളാണ്, പറഞ്ഞിട്ട് കാര്യമില്ല. ദളിതർ കൊല്ലപ്പെടണം വിളിക്കണമെങ്കിൽ. ഇതാണ് നമ്മുടെ ഒരു കണ്ടീഷൻ. ഇത്രയും വളരെ കൺജസ്റ്റഡ് ആയിട്ടുള്ള അവസ്ഥയിൽ ആ ഡിമാൻഡ് വളരെ ശരിയായൊരു ഡിമാൻഡാണ്. യഥാർത്ഥത്തിൽ എല്ലാവരും കൂടി അതായത് ജെസ്സി ജാക്സന്റെ നേതൃത്വത്തിൽ അമേരിക്കയിൽ ഒരു വലിയൊരു പ്രക്ഷോഭം നടന്നു. ആ പ്രക്ഷോഭത്തിൽ ബ്ലാക്സിനെ എടുക്കാത്ത സ്ഥാപനങ്ങളുടെ മുന്നിൽ ബ്ലാക്സ് ഇങ്ങനെ നിരന്ന് നിന്ന് ഇത് നടത്തുന്ന ആൾ റേസിസ്റ്റാണ്, അതുകൊണ്ട് ഇവിടെ ആരും കയറരുതെന്ന് പറഞ്ഞ് പ്ലക്കാർഡ് പിടിച്ച് നിശബ്ദമായി നിൽക്കുക. അവൻ അവസാനം അത് പൂട്ടിക്കെട്ടാൻ തുടങ്ങും. ബ്ലാക്സ് അത് വാങ്ങുക. അങ്ങനെ വലിയൊരു പ്രക്ഷോഭം നടന്നിരുന്നു. എന്ന് പറയുന്നത് പോലെ തന്നെ ഇവർ ജാതിവാദികളാണെന്ന് പറയാൻ മലയാളിക്ക് ധൈര്യമുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. ഈ ദളിതരെയും ആദിവാസികളെയും പണിക്കെടുക്കില്ല, എടുത്താൽ തന്നെ തൂപ്പുകാരനായിട്ട് മാത്രമേ എടുക്കുകയുള്ളെന്ന് നിർബന്ധമുള്ളത് അവൻ്റെ ജാതി കൊണ്ടാണെന്ന് പറയാൻ, അവൻ്റെ കടയുടെ ഫ്രണ്ടിൽ നിന്ന് പറയാൻ നമ്മൾ തയ്യാറാണെന്ന് ചോദിച്ചാൽ അത് ശരിയാവത്തില്ല. എനിക്ക് പറ്റത്തില്ല. നമുക്ക് പറ്റത്തില്ലെന്നേ, അതവിടെയാണ് പ്രശ്നം കിടക്കുന്നത്. നമുക്ക് പറ്റണം. അപ്പോൾ മാത്രമേ ഇദ്ദേഹം പറയുന്ന ഡിമാൻഡ് നമുക്കൊരു പ്രധാനപ്പെട്ട കാര്യമായിട്ട് ഉന്നയിക്കാൻ പറ്റും. നമ്മുടെ സമയം ഇവിടെ അവസാനിക്കുകയാണ്. ഇത് കേട്ടിരുന്ന എല്ലാവരോടുമുള്ള നന്ദി അറിയിക്കും.